78 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യമാണല്ലോ. ആയുധം ധരിച്ച വില്ലാളികളായ എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. നാം ഇന്നലെ രാത്രി ചിന്തിച്ചു വന്നത് എബ്രയീം എന്ന ഒരു ഗോത്രത്തെ പറ്റിയൊരു പഠനമാണ്. കർത്താവിൻ്റെ മഹത്വം. എബ്രയീം എന്ന ഈ ഗോത്രത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത് യാക്കോബിൻ്റെ പുത്രൻ അല്ല, മറിച്ച് യോസേപ്പിൻ്റെ പുത്രനാണ്. യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനായിരുന്നു എബ്രയീം. നമ്മൾ ഇന്നലെ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 41, 50, 51 വാക്യങ്ങളിൽ കണ്ടത്. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഗതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസേപ്പ് തൻ്റെ ആദ്യജാതന് മനേശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ 2ാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. അപ്പോൾ യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനായിരുന്നു എബ്രയീം. എബ്രയീം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം വർധനവ് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. ഈ എബ്രയീമിൻ്റെ ജനനത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തനായിരുന്നു. ഇതിനെ കിട്ടുമെന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ലാതായപ്പോൾ യോസേപ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, മുടന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, ആയുസ്സോടെ തരണം. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. എബ്രയീമിനെ ആയുസ്സോടെ കൊടുത്തു. അങ്ങനെ യോസേപ്പ് ദൈവസന്നിധിയിൽ എബ്രയീമിനെ ഉയർത്തി പ്രാർത്ഥിച്ചു. ദൈവം എബ്രയീമിനെ യോസേപ്പിന് കൊടുത്തു. ഇതിനെ വർദ്ധിപ്പിക്കണമെന്ന് യോസേപ്പ് പ്രാർത്ഥിച്ചു. ദൈവം ഈ പ്രാർത്ഥന കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. യോസേപ്പിൻ്റെ പിതാവായ ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കാറായി. യാക്കോബ് മരിക്കുന്നത് 147 വയസ്സിലാണ്. നാം ഇങ്ങനെ വചനം പഠിക്കുന്നത് 130 വയസ്സിൽ യാക്കോബ് മിസ്രയീമിലെത്തി. അതാണ് യാക്കോബിനോട് ഫറവോൻ ചോദിച്ചു, നിന്റെ പേര് എന്താന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് യാക്കോബ്. എന്തുകൊണ്ട് പ്രായം അവിടെ പറഞ്ഞിരിക്കുന്നൊരു പദം, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130. എൻ്റെ പിതാക്കന്മാരോളം ഞാൻ എത്തിയിട്ടില്ല. പിതാക്കന്മാരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെ പറ്റി പഠിക്കുമ്പോൾ യാക്കോബ് 147 വയസ്സിൽ മരിക്കുന്നു. അബ്രഹാം 175 വയസ്സിൽ മരിക്കുന്നു. ഇസഹാക്ക് 180 വയസ്സിൽ മരിക്കുന്നു. യോസേപ്പ് 110 വയസ്സിൽ മരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശ 120 വയസ്സിൽ മരിക്കുന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ കനാനിലേക്ക് കൊണ്ടുപോയ യോശുവ 110 വയസ്സിൽ മരിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയുടെ പ്രായമാണ് മരണസമയത്ത് പറഞ്ഞിരിക്കുന്നത്. സാറായി 127 വയസ്സിൽ മരിക്കുന്നു. ആദിമനായ ആദാം 930 വയസ്സിൽ മരിക്കുന്നു. ദീർഘവർഷങ്ങൾ ജീവിച്ചെന്ന് വേദപുസ്തകം കണക്കാക്കുന്ന വ്യക്തി മധുശാലേക്ക് 969 വർഷം ആയപ്പോൾ മരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുമരണത്തെ പറ്റി പരാമർശിക്കുന്നത് 33 തിരുവയസ്സിൽ ക്രിസ്തു 33 വയസ്സിൽ 33-4 മുമ്പ് ക്രിസ്തുവേശു ബലിമരണമായിട്ട് തീരുന്നു. ഇങ്ങനെ പിതാക്കന്മാരുടെയും തിരുവചനമൊക്കെ പഠിക്കുമ്പോൾ മരിച്ച കണക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ചില ചോദിക്കുക, എന്തിനായി കൺവെൻഷനെ ചത്ത കണക്ക് പറയുന്നത്? അതെന്തിനാന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ തന്നെ വേറൊരു വാക്യം കണ്ടപ്പോൾ ഞങ്ങളുടെ ആയുസ് എത്ര എന്നതിനെ ഞങ്ങളെ അറിയിക്കണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ദൂരെ സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവരൊക്കെ ദൈവത്തോട് ചോദിക്കണം, ഇനി എത്ര നാൾ ഇവിടെ ജീവിച്ചിരിക്കും? സ്തോത്രം. എന്തിനാ ഞാനിനി ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തിൻ്റെ ഉദ്ദേശം വല്ലതും ഉണ്ടോ? ആ ഉദ്ദേശമുണ്ടെങ്കിൽ എന്താ എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ തിരികതം? ഇതൊക്കെ ദൈവത്തോട് ചോദിക്കണം. അല്ലാതെ വിസ അടിച്ചു തരുന്ന കാര്യവും ജോലിയുടെ കാര്യവും പിള്ളേരുടെ കാര്യവും കല്യാണ കാര്യം മാത്രം ദൈവത്തോട് ചോദിച്ചാൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? ആ ഇരിപ്പൊക്കെ കണ്ടാൽ പോകാൻ യാതൊരു താല്പര്യമില്ലാതായിരിക്കുന്നത്. ഇനി ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ ഓർത്താ അധികം നാളൊന്നും ഇരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല, നോട്ടോ ഇരിപ്പം കണ്ടിട്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം, ഞാൻ ഇനി എത്ര നാള് ജീവിച്ചിരിക്കും? എല്ലാവരും മരണം വഴിയായിട്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടണം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം മരണം വഴിയായിട്ട് ഇവിടെ നിന്ന് പോകും. ഞാൻ മിക്ക ഇടങ്ങളിലും പറയാറുണ്ട്, പണ്ടൊക്കെ ഈ പ്രായമുള്ളവരെ മരിക്കുകയിൽ ഇങ്ങനെ വലിച്ചു കിടക്കും. നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ചോദിക്കുക, എങ്ങനെയുണ്ട്? ആ ഒരു കുറുകുറുപ്പും മുട്ടലും ഉണ്ട്. മിക്കവാറും വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. പിറ്റേന്ന് നമ്മൾ ചെല്ലുമ്പോൾ പുള്ളി പൊടിയിലേക്ക് കുടിച്ചുകൊണ്ടിരിക്കുക, പോകുകയല്ല.
പണ്ടൊക്കെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് പോകാൻ. ഇപ്പോഴെല്ലാം പെടുമരണങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഞാൻ കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചു. അടുത്ത സമയത്തും പേപ്പർ വായിച്ചപ്പോൾ കണ്ടു വീട് വൃത്തിയാക്കാൻ ചെന്നപ്പോൾ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. നമുക്ക് ദുഃഖമുണ്ട്. ഉണ്ടോ? മരണം പെട്ടെന്നാ. വിളിയൊക്കെയല്ലേ തോമാച്ചൻ എങ്ങനെയാണ് മരിച്ചത്? യോഗത്തിനിടെ വായിക്കോട്ടെ വിട്ട് അടച്ചില്ല, പിന്നെ തങ്കച്ചൻ കയറി അടക്കിയായിരുന്നു. ഉണ്ടോ? വായിക്കോട്ടെ വിടുമ്പോൾ ഒരു ഹല്ലേലിയ പറഞ്ഞങ്ങ് വിടാവുള്ളൂ, അഥവാ പോവുക തന്നെ ഹല്ലേലിയായിക്കൂടെ അങ്ങ് പോവാം. അപ്പൊ ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. ഡമ്പോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും, ഡമ്പോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും, എല്ലാരും അന്ത്യേ ഒരു പോലി ലോകം, എല്ലാരും അന്ത്യേ ഒരു പോലി ലോകം, ഇല്ലാതെ വെടിഞ്ഞിടും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു പോയോ? അപ്പൊ ശ്രദ്ധിക്കുക, ഏത് മനുഷ്യനും മരണം വഴിയായിട്ട് ഇവിടുന്ന് മാറ്റപ്പെടും. ഈ ശ്വാസം പിടിച്ചൊക്കെ പാടുമ്പോൾ ഇടയ്ക്കൊന്ന് പാടി സഹായിക്കാനുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. അറിയാവുന്ന നിങ്ങൾക്കാണെങ്കിലും പാടാം. കാരണം പാട്ടിനകത്തൂടെയും ദൈവശക്തി വ്യാപരിക്കും. പാട്ടിനകത്തും ഒരു മെസ്സേജ് ഉണ്ട്. നല്ല പാട്ടുകൾ, പഴയ പാട്ടുകൾ, നല്ല പാട്ടുകൾ, നല്ല പാട്ടിനകത്തൊക്കെ നല്ല മെസ്സേജ് കിടക്കുക. ഈ ചില ആൾക്കാർ പറയാറുണ്ട് ഇപ്പോഴത് ഈ സിനിമാ ട്യൂണ് കടമെടുത്ത ആ പാട്ടെന്ന്. അത് ഞാൻ സമ്മതിക്കുക. കാരണം പഴയ പാട്ടുകളെല്ലാം കടമെടുത്താണ് ചെയ്തേക്കുന്നത്. ചിലരുണ്ട് പണ്ടത്തെ പാട്ടിനൊന്നും കുഴപ്പമില്ല, പണ്ടത്തെ പാട്ടും എല്ലാം ട്യൂണ് മോട്ടിക്കുകയായിരുന്നു. പിന്നെ പണ്ടത്തെ സിനിമയുടെ ആണെങ്കിലും നാടകത്തിൻ്റെ ആണെങ്കിലും നല്ല ട്യൂണായിരുന്നു, നല്ല രാഗത്തിലൊക്കെ ചിട്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അത് കേൾക്കാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പോഴത്തെ സിനിമാ പാട്ടും അത്ര നല്ലതല്ല, എല്ലാം ഇണ്ടെണ്ണം പാട്ടുകളാണ്. പഴയ സിനിമാ പാട്ട് രക്ഷിക്കപ്പെടുന്നതിന് പിന്നെ സിനിമ കണ്ടിട്ടുണ്ട്. ചില സിനിമാ പാട്ടുകളൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. നല്ല പാട്ടുകളാണ്, നല്ല അർത്ഥസമ്പുഷ്ടമായ വരികളുണ്ട് ചില പാട്ടുകളിൽ, നല്ല വരികളാണ്. നാടകഗാനമാണെങ്കിലും മറ്റല്ലാത്ത കവിതകളാണെങ്കിലും സിനിമാ ഗാനങ്ങളാണെങ്കിലും അതെല്ലാം നല്ല പാട്ടുകളാണ്. നല്ല അർത്ഥസമ്പുഷ്ടമായി നല്ല വരികളാണ്, നല്ല പദങ്ങൾ. അപ്പോൾ ആ ട്യൂണ് നല്ലതാണ്, നല്ല രാഗത്തിലൊക്കെ ചിട്ടപ്പെടുത്തിയതാണ്. അത് ഇങ്ങോട്ട് പകർത്തി ക്രിസ്തീയ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകൾ നല്ല പാട്ടാണ്. നാളെ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, പഴയ അപ്പച്ചന്മാരെഴുതിയ പാട്ടൊന്നും സിനിമയുടെ അല്ല, മറ്റ് ചൂട് മോട്ടിച്ചതല്ല. ഞാൻ പറഞ്ഞ അപ്പച്ചന്മാരും ഒക്കെ മോട്ടിച്ചായിരിക്കുന്നത്. നിങ്ങൾ വേദവസം ഈ പാട്ട് പഠിച്ചാൽ അറിയാം. ഈ കുറ്റമല്ല പറയുന്നത്, സത്യം പറയുക. അറിയാവുന്നവർക്കറിയാം. പഴയ സൈമൺ സാറിൻ്റെ പാട്ട്, എം വി ചെറിയാച്ചൻ്റെ പാട്ട്, ടി കെ ശിവമൽ സാറിൻ്റെ പാട്ട്, അതുപോലെ തന്നെ ഭക്തന്മാർ ധാരാളം എഴുതിയ നല്ല പാട്ടുകളുണ്ട്. അതെല്ലാം പല പാട്ടും ട്യൂണ് കോപ്പി എടുത്തതാണ്. ഉദാഹരണമായിട്ട് വേണേൽ 1-2 പറയാം, തർക്കം ഉണ്ടാക്കാതിരിക്കാൻ. ധാരാളം ഉണ്ട്. ഈ എം വി ചെറിയാച്ചൻ്റെ പാട്ടുകളൊക്കെ ചിലത് കോപ്പി എടുത്തതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പാടുകയല്ലേ ഈ ഒന്നേ ഉള്ളെനിക്ക് ആനന്ദം മുലകിൽ, അതൊരു പഴയ സിനിമാ പാട്ടിൻ്റെ ട്യൂണാണ്, കടമെടുത്തതാണ്. പക്ഷേ ട്യൂണ് നല്ലതാണ്, രാഗത്ത് നല്ല ചിട്ടപ്പെടുത്തിക്കൊണ്ട് കേൾക്കാനും ഇമ്പമാണ്. നല്ല വരികളൊക്കെയാണ് എം വി ചെറിയാച്ചൻ്റെ പദങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ക്രൈസ്തവരും സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ട്. ഏതാ? പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. നല്ല പാട്ടാ, നല്ല സുഖമാ. നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പാട്ടൊക്കെ ഒന്ന് പാടുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ സുഖവും സന്തോഷവും ഒരു സമാധാനവും ഒരു സംതൃപ്തി. നല്ല ട്യൂണാ, നല്ല പാട്ടാ. അതും കോപ്പി അടിച്ചതാണ്.
ഈ ഹൈന്ദവരുടെ ഇടയിലൊക്കെ പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതിൽ ഒരു ആചാരമായിട്ട് തന്നെ തിരുവാതിര കളി. അപ്പം അതിന് പല പാട്ടുകൾ പരമശിവനെ കീർത്തിച്ചുകൊണ്ടൊക്കെയാണ് പാടുന്നത്. അപ്പം തിരുവാതിര കളിയിലെ പണ്ടുള്ളൊരു പഴയ പാട്ടിൻ്റെ ട്യൂണ് കോപ്പി എടുത്തതാണ്. അത് വേണേൽ ഞാൻ 2 ശീര് പാടാം. അതിപ്പം വിവാദമാകും, എന്നാലും കുഴപ്പമില്ല. സ്തോത്രം. അപ്പം അത് കടമെടുത്ത് കോപ്പിയെടുത്ത ആ പഴയ പാട്ടാ. വിഘ്നേശ്വര നമസ്തേ നമോസ്തുതേ, വിഘ്നേശ്വര നമസ്തേ നമോസ്തുതേ, വിഘ്നേശ്വര നമസ്തേ. എന്ത് കൃത്യമായിട്ടൊത്തു ഉണ്ടോ? വിഘ്നേശ്വര നമസ്തേ എന്ന് അത് അങ്ങോട്ട് കടമെടുത്തതാ. അപ്പം അങ്ങനെ ഒട്ടുമിക്ക ട്യൂണും കടമെടുത്തതാ. ഇപ്പം വിഷയമല്ലാത്തതുകൊണ്ടങ്ങ് പറയുന്നില്ല. എങ്കിലും പഴയ പാട്ടുകൾക്ക് ഒരു ചൈതന്യമുണ്ട്. ഇപ്പം ഇത് മാത്രം കട്ടെടുത്ത് വെച്ച് പറയാം, അയാൾ കുവൈറ്റ് വന്ന് പിന്നെ നാമം ചൊല്ലി വെച്ച് പോയെന്ന് പറയും. അയ്യോ, നാശം പിടിച്ചവന്മാരെല്ലാം ധാരാളമുണ്ട്. അയാളിപ്പം സുവിശേഷം ഒന്നുമല്ല പറയുന്നത്, നാമം ചൊല്ലി നടക്കുക എന്ന് പറയും. എന്തായാലും വരട്ടെ. അപ്പം ശ്രദ്ധിക്കുക, പഴയ പാട്ടുകൾ നല്ല പാട്ടുകളാണ്. അത് സന്ദർഭോചിതമായിട്ട് പാടിയാൽ നമ്മുടെ ആത്മീയ ചൈതന്യം നമുക്കുണ്ടാകും. അപ്പം ശ്രദ്ധിക്കുക, മരണം ഏത് സമയത്തും നമ്മെ പിടികൂടും. മരണത്തിൻ്റെ കരാണകസ്ഥം നമ്മെ വന്ന് പിടികൂടും. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും, കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം ഇവിടുന്ന് മരണം വഴിയായി പോകണം. ഞാൻ മിക്ക ഇടങ്ങളിലും മരണ വീട്ടിലൊക്കെ പറയാറുണ്ട്, മരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ കണ്ട മനുഷ്യനെല്ലാം കൂടെ ചത്തില്ലെങ്കിലോ എന്ത് പ്രശ്നമുണ്ടാകും? ആൾക്കാർ മരിക്കണം. എന്തുവാ പറയുന്നത്? മരിക്കുകയില്ലെന്നാണോ? മരിക്കണം. ആൾക്കാർ മരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പണ്ട് ഞാൻ നിങ്ങൾ സ്കൂളിൽ ഒരു പാഠം പഠിച്ചതാ, കാലനില്ലാത്ത കാലം. കാലൻ ഇങ്ങോട്ട് വരുന്നില്ല. കാലം വരാഞ്ഞതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങൾ പോകുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടായെന്നറിയാമോ? അഭിയാരാൻ തോന്നുന്നു വളരെ ഫലിതമായിട്ട് വളരെ രസകരമായിട്ട് അത് അവതരിപ്പിച്ച് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതാ. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പം കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 വയസ്സുള്ള പുള്ളി കുഞ്ഞായിട്ടിരിക്കുന്നു. കഞ്ഞിക്ക് വകയില്ല, വീടുകൾ ഓരോയിടത്തും കുഞ്ഞുങ്ങൾ 8-10 പറയരി കൊണ്ട് ഓരോ 10-100 പറ വച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ടങ്ങ് എത്രമാത്രം 2 തെറ്റ് വിളമ്പുമ്പോൾ എത്തുമല്ല. അവിടെ എവിടെയും കൂനിയിരുന്നെല്ലാം ചോറ് വിളമ്പം മിഞ്ഞു വരും. ആത്മീയ ലോകത്ത് ഇപ്പം അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എല്ലാവരും കാണുകയല്ല. പക്ഷേ സ്നേഹവിരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓള് നിറച്ച ആളാണ്. ആ യോഗ ആശീർവാദം പറഞ്ഞാലും പോകുകയല്ല, ചവിട്ടി അവിടെ നിൽക്കും. എന്നാന്ന് ചിലർക്ക് പിടികിട്ടി കാണും. അപ്പം ശ്രദ്ധിക്കുക, മരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, മരിക്കണം. മരണം ദൈവം വെച്ചൊരു വ്യവസ്ഥയും കൂടാ. സകല ആൾക്കാരും മരിക്കും, മരണം വഴിയായി പോകണം. എന്നാൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, അത് നിത്യത. ആ നിത്യത കരസ്ഥമാക്കുവാനാ ഈ ഹ്രസ്വകാലം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം ആ വലിയ നിത്യത കരസ്ഥമാക്കാൻ. ഇന്നലെ ഓർപ്പിച്ചതുപോലെ അതിന് കാശ് മുടക്കൊന്നുമില്ല, ഹൃദയം കർത്താവിന് കൊടുത്താൽ മതി. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടുന്ന് മരണം വഴിയായി പോകണം. മരണം ഏത് സമയത്തും നമ്മളെ വന്ന് പിടികൂടും. സ്തോത്രം. ഏത് സമയത്തും. പഴയൊരു പാട്ട് നമ്മൾ പാടുകല്ലേ, കട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാടുമലകളിലോ റോഡോ തെരുക്കളിലോ, കാടുമലകളിലോ റോഡോ തെരുക്കളിലോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്ര
യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കള്ളക്കേസിനോ പോകും കച്ചേരി തിണ്ണയിലോ കള്ളക്കേസിനോ പോകും കച്ചേരി തിണ്ണയിലോ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്ത് കഷ്ടമേ ദൂരവേയല്ല മരണം എന്നാർക്കറിയാൻ ലേശവും ഇല്ല സമയം ദൂരവേയല്ല മരണം എന്നാർക്കറിയാൻ ലേശവും സമയം രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞ് പോകും ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്ത് കഷ്ടമേ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. അപ്പൊ ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും. എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. അതിന് നല്ല അവസരം ദൈവം നമുക്ക് തരിക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങിപ്പോകാൻ. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ യാക്കോബ് 147 വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഉൽപ്പത്തി 49. അതിന് മുമ്പായിട്ട് കൊച്ചുമക്കളെ അനുഗ്രഹിച്ചു. അതാണല്ലോ 48. നമ്മൾ ഇന്നലെ ഇത് ചിന്തിച്ചതാണ്. അപ്പോൾ 48-ാം അധ്യായം പഠിക്കുമ്പോൾ നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് യോസേപ്പിന് അറിവ് കൊടുത്തു. അപ്പോൾ യോസേപ്പ് അപ്പനെ കാണാൻ ചെന്നു. വെറുതെ പോയില്ല, 2 പിള്ളേരുമായിട്ടാണ് പോയത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മൂത്ത മകൻ മനേശെ, ഇളയവൻ എബ്രഹിം, 2 പേരെയും കൂട്ടി അപ്പനെ കാണാൻ ചെന്നു. അപ്പോൾ ശയ്യാവലംബനായിട്ട് ശരീരമെല്ലാം ചുക്കിച്ചൊളിഞ്ഞ് കട്ടിലേ കിടക്കുന്ന കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് 147 വയസ്സുള്ള യാക്കോബിനോട് ആരോ പറഞ്ഞു, നിന്റെ മകൻ യോസേപ്പ് ഇതാ വരുന്നുവെന്ന്. നാം ഇന്നലെ വായിച്ചല്ലോ, കേട്ടല്ലോ. അപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലേൽ ഇരുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, അപ്പന്റെ മകനോട് സംഭാഷിക്കുക. ഈ അപ്പന്റെ മകന് സംഭാഷിച്ച് ഹൃദയം തുറന്ന് പറഞ്ഞ് ഈ പിള്ളേരുമായിട്ട് മാതാപിതാക്കളെ ഹൃദയം തുറന്ന് സംസാരിക്കണം. ജോലിയാന്ന് പറഞ്ഞ് വായരുത്. പിള്ളേരുമായിട്ട് കുറച്ച് നേരം ഇരിക്കുകയും പിള്ളേരോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യണം. ആരോട് പറയാൻ? പിള്ളേരെ വേലക്കാരെ കൊണ്ടല്ല വർത്തമാനം പറയിപ്പിക്കേണ്ടത്. അപ്പനും അമ്മയും പിള്ളേരോട് വർത്തമാനം പറയണം. ചിലരോട് ചോദിക്കാനും മോനെ എല്ലാം പുള്ളിക്കാർ സർവൻ്റ് ഉണ്ട്, അവരോട് ചോദിച്ചാൽ അവർക്കറിയാം അവൻ്റെ ഡ്രസ്സ് എവിടെ, അവൻ്റെ ബുക്ക് എവിടെ, അവന് എന്തുവാ ഇഷ്ടമുള്ളത്, അവനെന്താ കഴിക്കുന്നത്, എന്തിനാണെന്നോ ഇങ്ങനെ ജീവിക്കുന്നത്, എന്നെ വലിയ അനക്കമൊന്നും ഇല്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അനങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാശ് കുറച്ച് മതി, പിള്ളേരുമായിട്ട് ഇടപെടണം. അപ്പൻ്റെ അമ്മയുടെയും സാന്നിധ്യവും സമീപനവും അവരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമുണ്ട്. ഒന്നുമില്ല, ആരെങ്കിലും ഒരാളെങ്കിലും ഇടപെടണം. ഇത് അപ്പൻ 7 മണിയായപ്പോൾ ജോലിക്ക് പോയി, അമ്മ 9-ന് പോയി, പിള്ളേർ എഴുന്നേൽക്കുന്നതിന് വേണ്ടി 2 കാലിയായി. പിള്ളേർ നോക്കി വന്നപ്പോൾ ആരുമില്ല. പണ്ടൊരു ചെറുക്കൻ അമ്മയോട് ചോദിച്ചെന്നാ, അമ്മേ നമ്മുടെ രാത്രി വരുന്ന പുള്ളി ഇന്ന് വന്നില്ലേ എന്ന്. അപ്പോൾ ചെറുക്കനെ ഉറക്കം പിടിക്കുമ്പോൾ അപ്പം വന്ന് ബെല്ലടിക്കുന്നു. അപ്പോൾ രാത്രി വരുന്നതായിട്ട് വെളുപ്പിനെ നോക്കുമ്പം കാണുകയില്ല. അപ്പോൾ ചെറുക്കൻ അമ്മയോട് ചോദിച്ചാൽ രാത്രി വരുന്ന പുള്ളി ഇന്നലെ വന്നില്ലേ എന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞു, കേട്ടോ നിൻ്റെ അപ്പനാന്ന് പറഞ്ഞു. അപ്പനാന്നോ ഈ രാത്രി കാണുന്ന പോലുമില്ല പിള്ളേർ. അപ്പം അപ്പനും മക്കളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കണം. ചിലർ വീട്ടിലും പിള്ളേരോട് ഒഫീഷ്യലായിട്ടാണ് ഇടപെടുന്നത്. ചില അപ്പന്മാരങ്ങനുണ്ട്, ഒഫീഷ്യലായിട്ടാണ് പിള്ളേരോട്, സാമേ ഇന്നെന്താ നിൻ്റെ പ്രോഗ്രാം? ഉടനെ അവൻ പറയും, എനിക്ക് 10 മണിക്ക് ഒരു അപ്പോയിൻമെൻറ്റ്. വൈകിട്ടപ്പുള്ളത്തും പിള്ളേരോട് അങ്ങനെ എന്നാണ് ഇടപെടുന്നത്.
അങ്ങനെയൊക്കെ ഈ അറിവില്ലാത്ത പിള്ളേരോട് നന്നായിട്ട് അവരുമായിട്ട് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, ലാളിക്കേണ്ട സമയത്ത് അവരെ ലാളിക്കണം, ഓമനിക്കേണ്ട സമയത്ത് 30 വയസ്സുള്ള ചെറുക്കനെ ഓമനിക്കാൻ പിടിച്ചാനും വരത്തുമില്ല, മടിയിലിരിക്കത്തുമില്ല. 4 വയസ്സുള്ളവരെ ഇരിക്കുന്നു വരും. അപ്പം അതിനൊരേ പ്രായമുണ്ട്. അതൊക്കെ കണ്ടും മനസ്സിലാക്കി വേണം ജീവിക്കാൻ. കാശ് കുറച്ച് മതി, ജീവിതം നശിപ്പിച്ച് കളയരുത്. സ്തോത്രം. എന്തോ അന്നും എല്ലാവരും വല്ലാതിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പനും മകനോട് സംഭാഷിക്കുക. യാക്കോബ് ഇസ്രായേൽ യോസേഫിനോട് പറയാ, എൻ്റെ മകനെ, സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിലെ ലൂസിൽ വെച്ച് എനിക്കൊന്ന് പ്രത്യക്ഷനായി. അന്ന് എന്നോട് എൻ്റെ ദൈവം എൻ്റെ ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി, നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശമെല്ലാം ഞാൻ ശാശ്വത അവകാശമായി കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം നിന്നോട് സംസാരിക്കുക, എനിക്കിപ്പം 147 വയസ്സുണ്ട്. 100 കൊല്ലം മുമ്പ് ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, സന്താന പുഷ്ടിയുള്ളവനാക്കി തീർക്കും. അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, കടിക്കുമെന്ന് പ്രതീക്ഷയില്ല, ഭക്ഷിക്കാൻ പോലും ആഹാരമില്ലാത്തൊരു കാലമാണ്. പക്ഷെ അന്ന് ദൈവം പറഞ്ഞ ദൂത് ദൈവം നിറവേറ്റി. ഞാൻ എല്ലാ ഭാഗവും വിസ്തരിക്കുന്നില്ല. അപ്പൻ്റെ മകനോട് നന്നായിട്ട് സംഭാഷിച്ചു, ഹൃദയം തുറന്ന് സംസാരിച്ചു. മരിക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം പറയാ, ജീവിച്ചിരിക്കുമ്പം കാര്യം പറയാനൊത്തില്ലേ, ചാകുന്നതിന് മുന്നെങ്കിലും കാര്യം പറഞ്ഞേച്ചേ പോകാവൂ. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിക്കണം. വിളിച്ച് കൂട്ടി വെച്ച്, പണ്ട് ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു നെല്ലിക്കാൻ വേണ്ടി. ചാകുന്നതിന് മുന്നേ പിള്ളേരോടെല്ലാം വിളിച്ച് പറഞ്ഞതല്ലേ, പിള്ളേർ ഇവിടെ കുവൈറ്റിലുണ്ട് എന്ന് പിള്ളേരോട് പറഞ്ഞു, മോനെ ഞാനിനി അധികം നാൾ കാണില്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളെല്ലാം പെട്ടെന്ന് നാട്ടിൽ വരണം, നമ്മുടെ മുറ്റത്ത് പന്തലിട്ട് കൺവെൻഷൻ നടത്തണം, അത് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആകണം. എന്ത് നല്ല ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഒത്തെന്നുള്ളതാണ്. ഈ സജി എന്ന് പറയുന്ന സഹിച്ചാനും എല്ലാം പെട്ടെന്ന് നെല്ലിക്കാൻ വേണ്ടി ചെന്നു. മുറ്റത്ത് പന്തലിട്ട് 3-4 ദിവസത്തെ യോഗം, അനുഗ്രഹിക്കപ്പെട്ട യോഗം നടന്നു. അപ്പച്ചൻ അത് കഴിഞ്ഞ് മരിച്ചു. ആ പന്തൽ വെച്ച് അപ്പച്ചനെ അടക്കി. എന്ത് നല്ല അപ്പച്ചൻ, എന്ത് നല്ല യോഗം, എന്ത് നല്ല മരണം, എന്ത് നല്ല അടക്കം. ഇപ്പോഴത്തെ അപ്പച്ചന്മാർ അങ്ങനല്ലല്ലോ. ചാകാറാകുമ്പോഴും പറഞ്ഞ അക്കൗണ്ട് നോക്കി വെച്ച് ഇടാനുള്ളത്. ചത്ത് കഴിയുമ്പോൾ പിള്ളേരെ വിളിച്ച്, ഉപദേശിമാരോ നാട്ടുകാരെ വിളിച്ച് പറയും, ബേച്ചാൻ പോയി, എന്നാൽ മോർച്ചറിലോട്ട് വെച്ചോ, തണുത്തിരിക്കട്ടെ വേച്ചൻ. കാരണം ജീവിച്ചിരുന്നപ്പം വേച്ചനെ തണുപ്പിക്കാൻ ഒത്തില്ല. അതുകൊണ്ട് വേച്ചൻ നന്നായിട്ടങ്ങ് തണുത്തോട്ടെ, നന്നായിട്ട് വേച്ചനെ അങ്ങ് തണുപ്പിക്കും. തണുപ്പിച്ചു പിള്ളേർ ടിക്കറ്റും ഒക്കെ എടുത്തൊരു വരവുണ്ട്. ആ വന്നു കഴിയുമ്പോൾ അപ്പച്ചൻ്റെ ഫോട്ടോ ഉള്ള പോസ്റ്റേലും മതിലേലും എല്ലാം തണുത്തിരിക്കുക. പിന്നെ വീഡിയോക്കാരായി ബഹളമായി അനുശോചനമായി എന്തെല്ലാം ആഘോഷങ്ങളാണ്. അതിലൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇടപെട്ടോണം. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. ചത്ത് കഴിഞ്ഞേച്ച് കാശിൻ്റെ കസർത്ത് കാണിച്ച് നാട്ടിൽ വന്ന് പത്രാസ് കാണിക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ഇടപെടുകയും സംസാരിക്കുകയും കാണുകയും, രോഗികളാണെങ്കിൽ പോയി കാണുകയും കൂടെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യണം. പ്രായമുള്ളവർക്ക് മക്കളുടെ ശുശ്രൂഷ അനുഭവിച്ചു പോകണമെന്നൊക്കെ അഗതിയായ ആഗ്രഹമുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പൻ്റെ മകനോട് ഹൃദയം തുറന്നിങ്ങനെ സംസാരിക്കുക. അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിച്ച് അപ്പം പറഞ്ഞ്, 100 കൊല്ലം മുമ്പ് ദൈവം എന്നോട് ദൂത് പറഞ്ഞ ആ ദൂത് ദൈവം നിറവേറ്റി. ദൈവം എത്ര വിശ്വസ്തൻ. കർത്താവ് പറഞ്ഞ വാഗ്ദത്തമായതുകൊണ്ട് ദൈവം അത് നിറവേറ്റി. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ദൈവം വാഗ്ദത്തം ചെയ്താൽ ദൈവം നിറവേറ്റും. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരും. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നുമാ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ദൈവത്തിനില്ല. അപ്പം ഇങ്ങനെ അപ്പനും മോനോട് സംഭാഷിച്ചേ ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. സംഭാഷിച്ചപ്പോൾ അപ്പൻ ഒരു സാക്ഷ്യം പറഞ്ഞു മോനോട്, യോസേഫിനോട് യാക്കോബ് ഒരു സാക്ഷ്യം. ഈ പത്രഭാഷയല്ല, നല്ല ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാള ഭാഷയിൽ. പിന്നെ നാട്ടിലെ പിള്ളേരുടെ ഭാഷയാണെന്ന് പറയാം. ഇപ്പോഴത്തെ ഈ പുത്തൻ പിള്ളേരുടെ ഭാഷ, ആ ഭാഷ പത്രഭാഷയാണെന്ന് ഞാൻ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. എങ്കിലും ആ ഭാഷ കടമെടുക്കുക. ഈ അപ്പൻ മോനോട് ഒരു കിടിലൻ സാക്ഷ്യം, കിടിലൻ, അത് പത്രഭാഷയാണെന്ന് എനിക്ക് അത്ര തൃപ്തിയില്ല, കിടിലൻ. അപ്പോൾ ഈ അപ്പൻ മോനോടൊരു കിടിലൻ സാക്ഷ്യം പറഞ്ഞു. നമ്മൾ പലരും പറയാത്തൊരു സാക്ഷ്യം അപ്പൻ മോനോട് പറയാം. 11-ാം വാക്യം വായിച്ച 48:11. ഇസ്രായേൽ യോസേഫിനോട് എന്ന് പറഞ്ഞാൽ യാക്കോബ് തന്റെ മകൻ യോസേഫിനോട് പറയുകയാ, നിന്റെ മുഖം എന്റെ മകനെ യോസേഫേ, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി. ഇന്ന് രാത്രി ഇതിനോട് ചേർന്ന് എനിക്ക് നിങ്ങൾക്കും ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്. അപ്പനാകുന്ന യാക്കോബ് പുത്രനാകുന്ന യോസേഫിനോട് പറയാം, എൻ്റെ മകനെ യോസേഫേ, നിന്നെ കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല.
അതെന്നാന്ന് ചോദിച്ചാൽ പണ്ട് നിന്റെ ചേട്ടന്മാർ ഒരു പഴയ ബന്ധിക്കോസുകാരാ, നീ എത്തെന്നും പറഞ്ഞ് നിന്റെ തുണിയിലെ ചോരയെല്ലാം പുരട്ടി അവന്മാർ കമ്മിറ്റി കൂടി ഏകകണ്ഠമായിട്ടൊരു ബില്ലുമൊക്കെ പാസ്സാക്കി. അതിലൊരുത്തൻ രംഗത്ത് വന്ന് തുണിയായിട്ട് എൻ്റെ അടുക്ക വന്ന് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അച്ചായ യോസേപ്പ് തട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവനങ്ങനെ ചാകത്തില്ല, അവൻ്റെ ഇടപാട് തീർന്നു. അപ്പോൾ ചോദിച്ചാൽ അവനങ്ങനെ ചാകത്തില്ല, അവൻ ദർശനമുള്ളവനാണ്, ആ ദർശനം വെളിപ്പാടുമൊക്കെ ഒരു ഭാഗത്ത് കിടന്ന് ആൾ തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ ഏക്കാതെ വന്നപ്പോൾ അപ്പൻ ചോദിച്ചാട്ടെ അവൻ ചത്തതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന്മാർ ശരിയായ പ്രൂഫ് കൊണ്ട് തന്നതാ, നിൻ്റെ നിലയെങ്കിൽ ചോര പുരട്ടി. അങ്ങ് കണ്ടപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു നിന്നെ ഇനി ആയുസ് കാണുകയില്ലെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചതാ, നിന്നെ ആയുസിൽ ഇനി കാണത്തില്ല. ഞാൻ ഒത്തിരി നിലവിളിച്ച് കരഞ്ഞതാ, പക്ഷേ ദൈവം അത്ര വിശ്വസ്തൻ. അയ്യോ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിന്നെയാണോ നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ എൻ്റെ ദൈവം എനിക്ക് സംഗതി വരുത്തി. ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്രയെത്ര നന്മകൾ ദൈവം നൽകി, എണ്ണമില്ലാതുള്ള നന്മകൾ ദൈവം നൽകി, ആയുസ് നൽകി, ആരോഗ്യം നൽകി. ഇന്ന് രാത്രി ആയുസോട് ഇവിടെ ഇരിക്കുമെന്ന് പലരും ചിന്തിച്ചതല്ല. രോഗം നിന്നെ പിടികൂടിയപ്പോൾ, സമാധാനമില്ലാതെ നെട്ടോട്ടമോടിയപ്പോൾ, ലക്ഷ്യം നഷ്ടപ്പെട്ട് ജീവിച്ചപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്നോ ഇങ്ങനെ ആയുസോടിരിക്കുമെന്ന് പലരും ചിന്തിച്ചതല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ആയുസ് ദീർഘവാക്കി ദൈവം നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. എത്രയെത്ര നന്മകൾ ദൈവം നമുക്ക് നൽകി. യാക്കോബ് അതുകൊണ്ട് പറയാം, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ കരുതിയതല്ല, പക്ഷേ എൻ്റെ ദൈവം അത്ര വിശ്വസ്തൻ, നിന്നെയും നിന്റെ സന്തതിയും കൂടെ കാണുവാൻ എനിക്ക് ദൈവം സംഗതി വരുത്തി. ഞാൻ മിക്കയിടങ്ങളിലൊക്കെ പറയും നല്ല വസ്ത്രം ധരിക്കുമെന്ന് പോലും ചിലർ ചിന്തിച്ചതല്ല, പക്ഷേ ഇപ്പം ധാരാളം വസ്ത്രം ദൈവം തന്നു. ഏത് തരത്തിൽ വേണേലേക്ക് ഇടാനും ഉടുക്കാനും ഒക്കെ ദൈവം തന്നു. സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് ചെരുപ്പില്ലാതെ യാത്ര ചെയ്ത സമയമുണ്ട് സ്കൂളിൽ പോയവർ. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ അത്ര എഫക്റ്റ് അല്ല. പണ്ട് നാട്ടിലൊക്കെ ചെരുപ്പില്ലാതൊക്കെ സ്കൂളിൽ പോയി ഞാൻ പോയിട്ടുണ്ട്. ചെരുപ്പ് മേടിക്കാനില്ല, കാശില്ല, ചെരുപ്പില്ല. അങ്ങനെ ചെരുപ്പിടാതെ നടന്ന അവസാനം കാലേ കല്ല് കാച്ചി. എല്ലാവർക്കും ഒന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. കാലേ കല്ല് കാച്ചി പിന്നെ ഇങ്ങനെ പോകുന്നത്. സ്കൂളിൽ നിന്ന് വന്നത് ഇങ്ങനെ വരുന്നത്, ഭൂമിക്ക് കാറ്റടിച്ച് കല്ല് കാച്ചിയതാ. കല്ല് കാച്ചെന്നൊന്നും അറിയാൻ മേല, അപ്പം ഇരിക്കുക ഉള്ള കല്ല് കാച്ചി അവസാനം കാല് പൊക്കി വെച്ചത് തിരുതല്ലി ഊപ്പാട് വന്നതാണ്. അപ്പോൾ അത് കാശില്ലാതിരുന്ന കാലത്തൊക്കെ ദാരിദ്ര്യമൊക്കെ. ഇപ്പോൾ എത്ര ടൈപ്പ് ചപ്പല, വീട്ടിനകത്തിടാനൊന്ന്, ബാത്റൂമിലിടാനൊന്ന്, കിച്ചണിലിടാനൊന്ന്, സഭായത്തിന് പോകാൻ ഒന്ന്, പിന്നെ പ്രത്യേക ഫങ്ഷന് പോകാൻ വേറൊന്ന്, നാട്ടിലോട്ട് ഇട്ടുകൊണ്ട് പോകാൻ. കുറ്റമായിട്ട് പറഞ്ഞതല്ല, ഇതൊക്കെ ദൈവം തമ്പുരാൻ ചെയ്യുന്ന നന്മയാണ്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. പണ്ട് ചിന്തിച്ചതാ നല്ലൊരു വസ്ത്രം ഉണ്ടായിരുന്നു കൊടുത്തുകൊണ്ട് സഭായത്തിന് പോകാൻ. ഇപ്പോൾ ഇഷ്ടം പോലെ വസ്ത്രമുണ്ട്, ഏത് ഉടുക്കുമെന്ന് ഓർത്ത് ഇപ്പോൾ സഭായത്തിന് വരാതിരിക്കുക. കാരണം അത് കഴിഞ്ഞ ആഴ്ച കൊടുത്ത്, അതിൻ്റെ മറ്റേ തലയാഴ്ച അത് കൊടുത്ത്, ഇത് ഈ ആഴ്ച കൊടുത്തതാ. ഇനിയിപ്പം സ്തോത്രം മിക്കവാറും അടി മേടിക്കും, അതിന് യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം എന്തെല്ലാം ഉപകാരം നമുക്ക് ചെയ്തു. ഞാൻ മിക്കയിടങ്ങളിലും പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു 40-45 വർഷമൊക്കെ മുമ്പ് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോകുന്ന ദൈവകുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിച്ച് ദൈവത്തെ ഭയപ്പെട്ടൊക്കെ അവർ നമുക്ക് ചിലപ്പോൾ കുളിക്കാനൊരു സോപ്പ് തരും. നമ്മൾ ചെല്ലുമ്പം നമ്മളെ വിളിച്ച് ഒരു സോപ്പും 2 മുട്ടായി, അതൊക്കെ വലിയ കാര്യമാണ്. ഒരു സോപ്പ് തരും, നമുക്ക് കുളിക്കാൻ തരുന്നതാണ്. എന്ത് ചെയ്താൽ കുളിക്കുകയല്ല, അത് ആ തുണിയുടെ ഇടയിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സോപ്പും തുണിയെടുത്ത് കുളിക്കാൻ തന്നതാണ്. അത് കുളിക്കുകയല്ല, സോപ്പിട്ട് അതെടുത്ത് ആ തുണിയുടെ ഇടയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുണിയും സോപ്പും എടുത്ത്. അല്ല, അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ കൃപയാൽ ഇപ്പം അനേകർക്ക് കൊടുക്കാൻ ദൈവം ഭാഗ്യം തരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ദൈവം ചെയ്യുന്ന നന്മകളാണ്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. യാക്കോബ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല, എന്നാൽ നിൻ്റെ സന്തതിയെയും കൂടെ കാണുവാൻ എന്തൊക്കെ. ഞാൻ മിക്കയിടങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ അത്ര എഫക്റ്റ് വരികയില്ല. പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട്, ദൈവമേ വീട്ടിലെ ഒരു മുട്ടക്കറി വെക്കണമെങ്കിൽ വല്ല വിരുന്നുകാരും വരണം. മുട്ടക്കറി, അത് മുട്ടക്കറി വെച്ചാൽ ഒന്നും എല്ലാവർക്കും ഒന്നും ഒരു മുട്ട വെച്ച് കിട്ടത്തുമില്ല. പരാധീനതയുള്ളതല്ലേ, ഒരു മുട്ടയൊന്നും തരാൻ തികയത്തില്ല. 10-12 പിള്ളേരാണ്. അപ്പോൾ കടിഞ്ഞു കോഴി ഇടുന്ന മുട്ട അതാന്ന് എത്ര വലിപ്പവും ഇല്ല, ചെറുതാ. അത് ഒരു മുട്ടയൊന്നും വെച്ച് തരികയല്ല. പിന്നെ അന്നത്തെ അമ്മമാരൊക്കെ നല്ല മിടുക്കി അമ്മമാരാണ്. ഈ മുട്ടയുടെ ഗ്രേവിയൊക്കെ പാകമായി കഴിയുമ്പോൾ അമ്മ അത് മുട്ട പുഴുങ്ങി വെച്ച് അത് പൊളക്കും. പരാധീനത കൂടുതലുണ്ടെങ്കിൽ 4ആയിട്ട് പൊളക്കും. അത്രയ്ക്ക് കൂടുതലില്ലെങ്കിൽ 2ആയിട്ട് പൊളക്കും. 1ആയിട്ട് കിട്ടുക, 1ആയിട്ട് ചിലപ്പോൾ അപ്പനൊരെണ്ണം കൊടുക്കുമായിരിക്കും. അല്ലാതെ ഒരു മുട്ടയൊന്നും കിട്ടുകയില്ല. ആളിൻ്റെ കണക്കനുസരിച്ച് ആളേറെ ഉണ്ടെങ്കിൽ 4ആയിട്ട് പൊളക്കും. അത് 4ആയിട്ട് പഴയ അമ്മമാരതെല്ലാം പൊളന്ന് നല്ല നോക്കിയും കണ്ടും ആ പൊളക്കുന്നത്.
കൃത്യത്തിന് പൊളന്നേച്ച് ആ ചട്ടിക്കകത്തോട്ട് എന്ത് ബഹുമാന പുരസ്കാരമാണ് എടുത്ത് വെക്കുന്നത്. എന്നുവെച്ചാൽ തവിയിട്ടൊന്നും കലക്കുകയല്ല, ഉണ്ണി കലങ്ങിപ്പോവും. ഞങ്ങളുടെ വല്യമ്മച്ചിയൊക്കെ ചെയ്യുന്ന കണ്ടുണ്ട്, ഈ ചട്ടി എടുത്തിങ്ങനൊന്ന് കറക്കും. എന്നുവെച്ചാൽ അമ്മമാരാണ് ഇത് വിളമ്പുന്നത്. വിളമ്പം വളരെ സൂക്ഷിച്ചും കണ്ട്, കാരണം ഉണ്ണി കിട്ടിയില്ലെങ്കിൽ അടിയുണ്ടാക്കുന്ന ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ട്. നീ കൊണ്ട് തന്നില്ലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ പിള്ളേർക്കൊക്കെ എടുത്ത് ഭദ്രമായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ അങ്ങനെയാണോ? അയ്യോ, ഇപ്പം പിന്നെ പണ്ടൊരു ഉപദേശിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് 4 ഏത്തക്കായും 2-3 കോഴിമുട്ടയും താറാമുട്ടയും 4 ഏത്തക്കായും 2 കുറ്റി പുട്ടും, ആൾ നല്ല മിടുക്കനാ, എല്ലാം കൊടുത്ത് ഒരു വലിയ കപ്പിനകത്ത് കാപ്പി 2 അലുവായോ ഏതാണ്ടെല്ലാം സാധനങ്ങൾ വറയൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ കൊടുത്തു. പുള്ളി അതെല്ലാം കൂടെ രാവിലെ കഴിച്ചേച്ച് പറഞ്ഞ്, കുട്ടി കഴിക്കാവുന്ന കാലത്തൊന്നും ഇല്ലായിരുന്നു, ഇപ്പം കഴിക്കാൻ സാധനമുള്ളപ്പോൾ ഇപ്പം കഴിക്കാനും മേല, ഇത്രയും കഴിച്ചാ. എവിടെ നടന്നാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. കഴിക്കാനാവതുള്ള കാലത്ത് കഴിക്കാൻ സാധനം ഇല്ല. ഇപ്പോൾ സാധനങ്ങൾ ഇഷ്ടം വന്നപ്പോൾ കഴിക്കാനും 3 ഏത്തക്കായും 2 കുറ്റി പുട്ടുമൊക്കെ കഴിച്ചാ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ദാരിദ്ര്യത്തൊക്കെ അനുഭവിച്ച ദൈവമക്കളുണ്ട്, ധാരാളം പേരുണ്ട്. നല്ല വീട്ടിൽ കിടക്കുമെന്ന് പലരും ചിന്തിച്ചതില്ല. വാടക കെട്ടിടത്തിൽ കിടന്നവരും ചോർന്നൊലിച്ചെടുത്തൊക്കെ. പണ്ട് കാലത്തൊക്കെ നാട്ടിലൊക്കെ, ഇപ്പോഴല്ലയോ വാർക്ക കെട്ടിടവും ഈ ഷീറ്റും ഓടുമൊക്കെ. അതിനു മുമ്പൊക്കെ ഓലമേഞ്ഞ വീടുകൾ. ചില വീടുകളിലൊക്കെ വർഷത്തിൽ മേയാൻ ചിലപ്പോൾ സൗകര്യമില്ല, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ പഴയ അമ്മമാരൊക്കെ ബുദ്ധിയുള്ള അമ്മമാരാണ്. മഴ പെയ്യുമ്പം ഓല മേയാനൊക്കാത്തന് ഈ പാള കൊണ്ട് തിരുകും. പാള, നിങ്ങൾക്ക് പാളയൊന്നും അറിയാൻ മേല. പാളയൊക്കെ മഴ പെയ്യുമ്പോഴേ ചോരുമ്പം അങ്ങനെയുള്ള വീടുകളൊക്കെ ഇരുന്നിടത്തൊക്കെ ദൈവം നല്ല നല്ല വീടുകൾ കൊടുത്തു. നല്ല വസ്ത്രം ദൈവം നമുക്ക് നൽകി, നല്ല ഭക്ഷണം ദൈവം നമുക്ക് നൽകി, ആരോഗ്യം ദൈവം നമുക്ക് നൽകി, ആയുസ് ദൈവം നമുക്ക് നൽകി. ഇന്ന് രാത്രിക്കും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ സംഗതി വരുത്തി. യാക്കോബ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറയാം, എൻ്റെ മകനെ നിന്റെ മുഖം കാണുമെന്ന് പോലും വിചാരിച്ചതല്ല, എന്നാൽ നിന്റെ സന്തതിയെ കൂടെ കാണുവാൻ ദൈവം സംഗതി വരുത്തി. അവൻ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയ്ക്ക് നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ. ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് അല്പസമയം സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്ത ദൈവം. ഹല്ലേലൂയ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടികൾ കിടന്നപ്പോൾ യേശു നമ്മെ രക്ഷിച്ചല്ലോ. ഈ കൃപയിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ദൈവം നമ്മെ രക്ഷിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ യാക്കോബ് യോസേഫിനോട് പറയാം, മകനെ നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ നിന്റെ സന്തതിയും കൂടെ കാണുവാൻ ദൈവം സംഗതി വരുത്തി. ഇങ്ങനെ അപ്പനും മോനോട് സംഭാഷിച്ചേച്ച് യാക്കോബ് യോസേഫിനോട് പറഞ്ഞാട്ടെ, ഞാൻ മിസ്രയീമിൽ വരുന്നതിന് മുമ്പ് നിനക്ക് 2 പിള്ളേർ ജനിച്ചെന്ന് ഞാൻ കേട്ടു. ആ പിള്ളേരെ 2 പേരെ ഇങ്ങ് കൊണ്ടുപോവാ, ആ പിള്ളേരെ ഞാൻ കൈവച്ചൊന്ന് അനുഗ്രഹിക്കാൻ പോവാ. അപ്പോൾ യോസേഫ് ചൈതന്യപ്പച്ച അത് പറയാം, കൈവച്ച് അനുഗ്രഹിച്ച് പേര് ചാർത്തി ഈ ഗോത്രത്തിലോട്ട് ഞാൻ കയറ്റാൻ പോവുക. 2 പിള്ളേർ വന്നിട്ടുണ്ട്, നിനക്ക് ജനിച്ചെന്ന് ഞാൻ കേട്ടു. അവിടെ ഒരു പദമുണ്ട്, രൂബേനും ശിമയോനും എന്നതുപോലെ ഈ പിള്ളേർ 2 എനിക്കുള്ളവരായിരിക്കണം. അങ്ങനല്ലയോ ദൈവദാസി അവിടെ എഴുതിയിരിക്കുന്നത്. ആ 48-ാം അധ്യായത്തിലെ രൂബേനും ശിമയോനും എന്നതുപോലെ ഈ പിള്ളേർ 2 പേരും എനിക്ക് ആയിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാവുന്ന വായിച്ചേ. എത്ര വാക്യമാണ്? എത്ര വാക്യ? വായിച്ചേ. രൂബേനും ശിമയോനും എന്നതുപോലെ അവര് എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. അപ്പൊ കണ്ടോ, രൂബേനും ശിമയോനും എന്നതുപോലെ അവർ എനിക്കുള്ളവർ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ മിസ്രയീമിൽ വരുന്നതിന് മുമ്പ് നിനക്ക് 2 പിള്ളേര് ജനിച്ചെന്ന് ഞാൻ കേട്ടു. ഈ പിള്ളേര് 2 പേരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം.
ഞാനവരെ കൈവച്ച് ഒന്ന് അനുഗ്രഹിച്ച് ഈ ഗോത്രത്തിലോട്ട് പേര് ചേർത്ത് കയറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രൂബേനും ഷിമിയോനും എന്നതുപോലെ ഈ മക്കൾ രണ്ടും എനിക്കുള്ളവരാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനം, രൂബേൻ്റെയും ഷിമിയോൻ്റെയും അവകാശമെടുത്ത് ഞാൻ പിള്ളേർക്ക് രണ്ടും കൊടുക്കാൻ പോവുക. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അത് പറയാം. ഈ രൂബേൻ്റെ ഷിമിയോൻ്റെ അവകാശം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവന്മാർ രണ്ടും ക്ലിയർ അല്ല. ഇവന്മാർ പഴയ പെന്തിക്കോസുകാരാണെങ്കിലും ഇവന്മാർ രണ്ടും ക്ലിയർ അല്ല. രൂബേൻ അവൻ്റെ പാപം ഒന്നും ഇപ്പം മൈക്കിൽ കൂടെ പറയാനൊന്നും ഒക്കത്തില്ല. എങ്കിലും അവൻ ചെയ്ത എന്നാന്ന് ചോദിച്ചാൽ ആ ഒരു പദം ഒന്ന് വായിച്ചു തരും. മൊത്തം വായിക്കരുത്. 35-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൻ്റെ ഒടുവിലൊരു പദമുണ്ട്. ഇസ്രായേൽ അത് കേട്ടു. അത് മാത്രമേ വായിക്കാറുള്ളേ. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തു. അത് മൊത്തം വായിക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വായിക്കാന്ന് കുത്തിയിരുന്ന്. ഇസ്രായേൽ അത് കേട്ടെന്നൊരു പദമുണ്ട്. അത് വായിച്ചാൽ മതി. ഇസ്രായേൽ അത് കേട്ടു. അത് മതി. എന്നെ പിന്നെ കേൾപ്പിക്കാം. അപ്പൊ അവിടെ 35-ാം വാക്യത്തിന്റെ 35-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഒരു പദം ഇസ്രായേൽ അത് കേട്ടു. ഈ രൂപേൻ ആള് ക്ലിയർ അല്ല. ഇനിയും നിങ്ങൾ വചനപരിജ്ഞാനമുള്ളവർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് പിടികിട്ടുക. ഒറ്റ വാക്ക് പറഞ്ഞ് അങ്ങ് വിടുക. പുള്ളിക്ക് കട്ടിൽ കാണാൻ മേല. അത്ര അറിഞ്ഞാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവൻ ദൈവത്തിനും വചനത്തിനും നിരക്കാത്ത ക്രമക്കേട് കാണിച്ചവനാ രൂപൻ. ഇവൻ അപ്പന്റെ ശയ്യയെ അശുദ്ധമാക്കിയവനാ. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ ഇവൻ പാപം ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്നില്ല. ഏത് മനുഷ്യനും ജീവിതത്തിൽ തെറ്റുകൾ വരാം. പൂർണ്ണരായിട്ട് ആരുമില്ല. ചില ആൾക്കാർക്കൊരു ധാരണയുണ്ട്, ഞങ്ങളാണ് പൂർണ്ണര്, ഞങ്ങളെക്കാൾ പൂർണ്ണര് വേറെ ആരും. അവനെ പോലെ ശുദ്ധ മണ്ടൻ. ഇവിടെ ആരും പൂർണ്ണരില്ല. ഒരാളെ ഉള്ള പൂർണ്ണൻ യേശു ക്രിസ്തു. ബാക്കി എല്ലാവരും അപൂർണരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട്. പണ്ട് ഞാൻ മിക്കപ്പെടുത്തും പറയും, നമ്പിയാർ പറഞ്ഞ പോലെ 1,00,000 മനുഷ്യൻ ഒത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1-2. 1,00,000 പേര് പോയാൽ കൊള്ളാവുന്നത് 1-2 പേരേ ഉള്ളൂ കൊള്ളാവുന്നത്. ബാക്കിയെല്ലാം പരുവക്കേടുകാരാ. അക്ഷരം 56 അറിയാം, 1,00,000 ശ്ലോകം കുറയാറിയാം. വിക്കികൾ കൊണ്ടത് പറയാൻ വയ്യ. ഒരുത്തന്നെ ശ്ലോകമെല്ലാം അറിയാം, പക്ഷേ വിക്കാം. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്കും നിങ്ങൾക്കുമുണ്ട്. കുഴപ്പമില്ലാത്ത ഊനമില്ലാത്ത പൂർണ്ണനായ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അപ്പൊ അതുകൊണ്ട് രൂപൻ പാപം ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്നില്ല. ഇവൻ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിച്ചില്ല. ഇവനങ്ങ് മറന്നു, അപ്പൻ മറന്നില്ല. അതുകൊണ്ട് ഇവന്റെ അവകാശം എടുത്ത് മാറ്റും. രൂപന്റെ അവകാശം എടുത്ത് മാറ്റും. അതാണ്ട് രൂപന്റെ അവകാശം മാറ്റി ഞാൻ പിന്നെ എടുക്കാം. അപ്പൊ രൂപന്റെ ശരിയല്ല. അടുത്തത് ശിമിയോൻ, അവനും ശരിയല്ല. യവനും ലേവിയും കൂടെ ആയിരുന്നു പണ്ട് വടിവാളെടുത്ത് വെട്ടാൻ പോയത്. ശേഖം പൗരന്മാര് സാഹസക്കാരാ എന്ന് പറഞ്ഞ ആത്മസംയമനമില്ലാത്ത 2 അപ്പം അതുകൊണ്ട് രൂപേൻ്റെയും ശിമയോൻ്റെയും അവകാശമെടുത്ത് ഈ പിള്ളേർക്ക് 2 ഞാൻ കൊടുത്ത് ഇവരെ ഗോത്രത്തിലോട്ട് കയറ്റാൻ പോവാ. പിള്ളേരെ ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ യാക്കോബ പറഞ്ഞപ്പോൾ യോസേപ്പ് ഈ പിള്ളേരെ 2 പേരെയും അപ്പൻ്റെ അടുക്കിലോട്ട് കൊണ്ടുചെന്നു. ഇനി പിള്ളേരെ കൊണ്ടുപോയതിൻ്റെ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചറിയാം. യോസേപ്പ് വലങ്കൈ കൊണ്ട് എബ്രാഹിമിനെ പിടിച്ച് യാക്കോബിന്റെ ഇടങ്കൈയുടെ കീഴിലും, ഇടങ്കൈ കൊണ്ട് മനേശയെ പിടിച്ച് യാക്കോബിന്റെ വലങ്കൈയുടെ കീഴിലും നിർത്തിയെന്ന പുസ്തകത്തിൽ എഴുതിയേക്കുന്ന. അങ്ങനല്ലയോ? ഒന്ന് വായിച്ചേ. യോസേഫ് എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടങ്കൈക്ക് നേരെയും. ആ പിടുത്തവും നിർത്തും ഒക്കെ കണ്ടോ? വലങ്കൈ കൊണ്ട് മനശേനെയാ പിടിക്കേണ്ടത്, കാരണം അവനാ മൂത്തത്. അങ്ങനെ പിടിച്ചില്ല. വലങ്കൈ കൊണ്ട് എബ്രാഹിമിനെ കയറി പിടിച്ചു. പിന്നെ മനശ്ശെയെ ഇടങ്കൈ കൊണ്ട് പിടിച്ച്, മനശ്ശെയെ വലങ്കൈക്കാ പിടിക്കേണ്ടത്, പിടിച്ചില്ല. യോസേപ്പ് ഇടങ്കൈ കൊണ്ട് കയറി പിടിച്ചു. ഇസ്രായേലിന്റെ ആരോട് പറയാൻ? സമ്മതിക്കുകയല്ല. വചനം ആസ്വദിക്കുന്നവർക്ക് ഞാൻ പോകുന്നത് എന്നെ അന്ന് പിടികിട്ടി കാണും. അപ്പൊ മൂത്തവനെ വലങ്കൈ കൊണ്ട് പിടിക്കണം, പിടിച്ചില്ല. അവനെ ഇടങ്കൈക്ക് കയറി പിടിച്ചു. ഇളയവനെ ഇടങ്കൈക്ക് പിടിക്കണം, പിടിച്ചില്ല. അവനെ വലങ്കൈക്ക് കയറി പിടിച്ചു. വലങ്കൈക്ക് പിടിച്ചേച്ച് ആ പിടിച്ചവനെ ഇടങ്കൈയുടെ കീഴിലും, ഇടങ്കൈ കൊണ്ട് പിടിച്ചവനെ വലങ്കൈയുടെ കീഴിലും കൊണ്ട് നിർത്തിയേച്ച് പറഞ്ഞു, അപ്പച്ച പിള്ളേർ 2 തേണ്ടേ, പിള്ളേരെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അപ്പൻ അതിലും മിടുക്കനാ. അപ്പനുടനെ
വലങ്കൈ എടുത്ത് എബ്രഹീമിന്റെ തലയിലും ഇടങ്കൈ എടുത്ത് ഈ മനശ്ശയുടെ തലയിലും കൈ ഇങ്ങനെ പിണച്ചു വെച്ചെന്ന വാക്യം വായിച്ചേ. ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. ഇങ്ങനെ പിണച്ചു വെക്കുന്നത് ഈ അതെങ്കിലും കണ്ടേച്ചു പോകും. വേറെ ഒന്നും ഒരു ദോത്രം പോലും പറയുന്നില്ല, അതെങ്കിലും കണ്ടേച്ചു. കൈ ഇങ്ങനെ പിണച്ചു വെച്ചു. അപ്പൊ കൈ ഇങ്ങനെ പിണച്ചു വെച്ച് അനുഗ്രഹിക്കുക. ഇനി എല്ലാ ഭാഗവും ഞാൻ വിസ്തരിക്കുന്നില്ല, നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് വിസ്തരിക്കാനും തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൈ ഇങ്ങനെ പിണച്ചു വെച്ച് യാക്കോബ് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചേച്ച് അനുഗ്രഹ വചസ്സുകളെല്ലാം അങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞേച്ച് ഈ കൈ ഇങ്ങനെ പിണച്ചു വെച്ചപ്പോൾ യോസേപ്പിന് അനിഷ്ടം വന്നു. യോസേപ്പടനെ അപ്പനോട് പറഞ്ഞു, അപ്പച്ച യവനാ മൂത്തത്, ഇവൻ്റെ തലേ വലങ്കൈ. അപ്പനെ പ്രാർത്ഥന പഠിപ്പിക്കുക. അപ്പോൾ യോസേപ്പ് ഓർത്തത് അപ്പൻ ഈ പ്രായത്തിൻ്റെ എന്താ പരിവക്കേടാതെ കൈ ഇങ്ങനെ മാറിപ്പോയത്, അല്ലെങ്കിൽ കണ്ണ് കാണാൻ പാടില്ലല്ലോ, ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയതാ. അതല്ലെങ്കിൽ ഈ പ്രായമുള്ളവർക്ക് പലവിധ അസുഖമുണ്ട്. അതിലൊരു അസുഖമാണ് വാദം. വാദം തന്നെ പലതുണ്ട്. ആമവാദം, പിള്ളവാദം, വെട്ടുവാദം, അങ്ങനെ പല വാദം. അപ്പം യോസേപ്പ് ഓർത്ത് അപ്പൻ ഇനി പ്രാർത്ഥിക്കാൻ നേരത്ത് വാദം കൂടി വെട്ടുവാദം കൂടി കൈ എങ്ങാണ്ട് വെട്ടി പോയത്. അപ്പം ഇങ്ങനെ വാദമൊക്കെ ആരും വന്നിടത്ത് യോസേപ്പ് പറഞ്ഞ് അപ്പച്ച അങ്ങനല്ല, യവനാ മൂത്തത്, യവൻ്റെ തലയിൽ വേണം വലങ്കൈ. ഉടനെ അപ്പം പറഞ്ഞു, മോനെ നിർത്ത്, എനിക്കറിയാം, എൻ്റെ ഈ കണ്ണെ അടഞ്ഞോളൂ, അകംകണ്ണ് തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നീ എന്നെ പ്രാർത്ഥനയൊന്നും പഠിപ്പിക്കണ്ട, എന്നെ പ്രാർത്ഥനയൊന്നും കയറി പഠിപ്പിക്കണ്ട. കാരണം യാക്കോബ് ഒറ്റയ്ക്ക് ഓൾ നൈറ്റ് നടത്തിയ പുള്ളിയാണ്. ഒരു രാത്രി മുഴുവൻ പുള്ളി ഓൾ നൈറ്റ് നടത്തി വെളുക്കുന്നതായിട്ടും പ്രാർത്ഥന നിർത്തിയില്ലെന്നുള്ളതാണ്. നമ്മളൊരു 12:30 ആകുമ്പം മണ്ണും പഴവും കഴിച്ചേച്ച് പോവുക. യാക്കോബ് അങ്ങനെയല്ല, മുഴുരാത്രി പ്രാർത്ഥന മുഴുരാത്രി ഉണ്ടായിരുന്നു. ഒരു രാത്രിയും പ്രാർത്ഥന നേരം വെളുത്തിട്ടും ദൂതം പറഞ്ഞടാ ഏകപ്പെ വിടറാന്ന് പറഞ്ഞ് നേരം വെളുത്തു. അവൻ പറഞ്ഞാൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയല്ല. ഈ TPMകാര് പണ്ടൊരു പാട്ട് പാടുമായിരുന്നു, എന്നെ ഞാൻ അനുഗ്രഹിക്കാം ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കാം ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല. അപ്പം വെളുക്കുന്നത് വരെയും യാക്കോബ് മല്ല് പിടിച്ചു. അങ്ങനെ ഒറ്റയ്ക്ക് മുടിരാത്രി പ്രാർത്ഥന നടത്തിയ പാരമ്പര്യമുള്ളയാണ് ആ യാക്കോബ്. ആ യാക്കോബിനടാ യോസേപ്പ് പറഞ്ഞ അപ്പച്ച അങ്ങനല്ല പ്രാർത്ഥന. യാക്കോബ് പറഞ്ഞടാ ഈ കണ്ണെ അടഞ്ഞോളൂ, അകങ്ങണ്ണ് തുറന്നിരിക്കുക, നീയുടെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ യാക്കോബ് വലങ്കൈ പിണച്ചു വെച്ച്, കൈ പിണച്ചു വെച്ച് വലങ്കൈ എബ്രഹീമിൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹ വചസ്സുകൾ പറഞ്ഞ, അതെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, വചസ്സുകൾ പറഞ്ഞിട്ട് അവിടെ ഒരു പദം എടുത്തിരിക്കുന്നത് എബ്രഹീമിനെ മനശ്ശയ്ക്ക് മുമ്പനാക്കി. അങ്ങനെ ഒരു പദമില്ലേ അവിടെ, വായിച്ചേ. യോ അങ്ങനെ ഉണ്ടല്ലോ. എത്ര വാക്യം അത്? 20-ാം വാക്യം ഒന്ന് വായിച്ചോ അമ്മേ. അവൻ അന്ന് അവനെ അനുഗ്രഹിച്ചു, ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശയെയും ദൈവം നിന്നെ എബ്രഹീമിനെയും മനശ്ശയെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേൽ നിന്റെ പേർ ചൊല്ലി നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എബ്രഹീമിനെ മനശ്ശയ്ക്ക് മുമ്പനാക്കി. എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവന്ന് എബ്രഹീമിനെ. നിങ്ങളെ ഈ പശ്ചാത്തലം ഒന്ന് പഠിക്കണം. യാക്കോബിന്റെ കുടുംബം രൂപേൻ മുതൽ സകല എണ്ണവും മട്ടം കൂടി നിൽക്കുക അപ്പൻ്റെ കിടക്കയുടെ ചുറ്റും. രൂപേന് ശിമയോന് ലേവി യഹൂദൻ നഫ്താലി ആശറിൽ ശബുലൂനും ദാനും ലേവി. അവത്തങ്ങളെല്ലാം വന്ന് എൻ്റെ ഭാഷ പറയാം, അവത്തയുടെ പെമ്പളമാരെല്ലാം കൂടെ വന്നു, പിള്ളേരും പെറുങ്ങണി എല്ലാം കൂടെ വന്ന് ഒരു നല്ല കൂട്ടമുണ്ട്. പുള്ളി പഞ്ചായത്തിൽ നിന്ന വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പരുവത്തിന ഇഷ്ടംപോലെ ആൾക്കാരാണ്. അപ്പോൾ വലിയ സമൂഹം വീട്ടിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ എബ്രഹീമിനെ മനശ്ശയും കൊണ്ടുവന്ന് അവൻ മൂത്ത രൂപേൻ മുതൽ ഇളയ ബെന്യാമീൻ വരെ നിൽക്കുമ്പോൾ ഇവരെ എല്ലാം കവർ ചെയ്തേച്ച് ഈ 2 പിള്ളേരെ മുന്നിൽ കൊണ്ടുവന്നു. ഇവർക്കെല്ലാം മുന്നിൽ അധ്യായം പഠിച്ചാലും 49 സ്വന്തം മക്കളെ, ഇതിനു മുമ്പ് 48 കയറി അനുഗ്രഹിക്കുക.
ഇനി കുടുംബം പശ്ചാത്തലം പഠിച്ചാലും രൂപേൻ മുതലുള്ളവരെല്ലാം നിൽക്കുമ്പോൾ അവരെ മാറ്റി നിർത്തിവെച്ചാൽ ഈ രണ്ടെണ്ണത്തിന് ഏറ്റവും മുന്നിൽ കൊണ്ടുവന്നു. ആ രണ്ടെണ്ണത്തിന് മുന്നിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും ഇളയവനാകുന്ന എഫ്രയീമിനെ മുമ്പനാക്കി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം ഈ എഫ്രയീമിന് അങ്ങ് കൊടുത്തു. വചനം പഠിക്കുന്നവർക്കറിയാം ജ്യേഷ്ഠാവകാശം ഈ രൂപേന് വരേണ്ടതാ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ, ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂപന്റെ പുത്രന്മാർ, അവനല്ലോ ആദ്യജാതൻ, അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത്, അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. കണ്ടോ, രൂബേനാണ് ആദ്യ പുത്രൻ, അവനാണ് ആദ്യജാതൻ, അവനാണ് ജ്യേഷ്ഠാവകാശം ഇരിക്കേണ്ടത്. പക്ഷെ ഇവൻ ഉൽപ്പത്തി 35 ക്രമക്കേട് കാണിച്ചത് കൊണ്ട് യവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യാക്കോബിന്റെ ഇളയ പുത്രനാകുന്ന യോസേഫിന്റെ പിള്ളേർക്ക് കൊടുത്തു, മനശ്ശെക്കും എഫ്രയീമിനും. എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ച സ്ഥാനത്ത് നീ വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ നിന്റെ അവകാശം എടുത്ത് ദൈവം വേറെ ആൾക്ക് കൊടുക്കും. ഞാൻ പഴയ ആളാണ്, പണ്ടിറങ്ങിയതാണ്, സ്റ്റാർട്ടിങ് മുതലുണ്ടെന്ന് പറഞ്ഞാലൊന്നും ഒരു ഗുണവും ഇല്ല. കറിയാച്ച നീ വിശ്വസ്തയോടെ നേരോട് നിന്നില്ലെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടടുത്ത് കർത്താവ് വേറെ ആൾക്ക് കൊടുക്കും. അങ്ങനെ ആണല്ലോ. ക്ഷണിക്കപ്പെട്ടവരാരും സമയത്ത് വന്നില്ല. അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യേ, രാജാവിൻ്റെ മോൻ്റെ കല്യാണമാണ്, എല്ലാവരെയും ആൾ വിട്ട് വിളിപ്പിച്ചതാണ് കല്യാണ സദ്യക്ക് വരണമെന്ന്. സമയമായപ്പം വിളിച്ച ഒരുത്തനെ കാളെ അവൻ പറഞ്ഞ് ഞങ്ങൾ ഈയിടെ 2 കാളയെ മേടിച്ചു, അതിൻ്റെ പുറകെ വേടത്തം പറഞ്ഞിട്ട് നിലം മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ പുറകെ ഒരുത്തം പറഞ്ഞ് കല്യാണം കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് ഇപ്പം അടുത്ത സമയത്തൊന്നും യോഗത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമ്മമാരും സമയത്ത് സൈമൺ സാറ് അതൊക്കെ നല്ല പരുവത്തിന് എഴുതിയിട്ടുണ്ട്. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുടക്കൊണ്ടു കാളകളാൽ അപരനും ഭാരം. രാജാൽമജ വിടുന്നതിൻ വിവരം ഈയുപമയോ മകസാരം. രാജാൽമജ വിടുന്നതിൻ വിവരം. ഞാൻ കാസറ്റ് ട്യൂണല്ല, കാസറ്റ് വേറെയാ, നമ്മളത് ശരിയാകില്ല, അത് വേറെ, ഇത് വേറെ. സ്തോത്രം. അപ്പൊ സാറ് അതെല്ലാം നല്ല പരുവത്തിന്. അപ്പൊ ഇവരെ ക്ഷണിച്ചവരെ വിളിച്ചു. തക്ക സമയത്ത് ഇവരെല്ലാം ഒഴികഴി പറഞ്ഞ് അവൻ രാജാവ് കോപിച്ചെന്ന. അപ്പൊ രാജാവ് കോപിച്ചു. കാര്യമേവം ഭവിക്കയാൽ ഭൂപതി തിരഞ്ഞു. ദാസരോടു പറഞ്ഞിതു നിങ്ങളോ തിരഞ്ഞ്. കാര്യമേവം ഭാവിക്കയാൽ ഭൂപതി തിരഞ്ഞ്. ദാസരോടു പറഞ്ഞിതു നിങ്ങളോ തിരഞ്ഞ്. വേലികൾ വഴിയരിക നിവിടം തിരഞ്ഞ്. സാധുജനങ്ങളെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. രാജാത്മജ വിടുന്നതിൻ വിവരം ഈയുപമയോ മകസാരം. രാജാത്മജ വിടുന്നതിൻ വിവരം കിട്ടിയ ജനങ്ങളാലെ ജാലക നിറച്ചു. ചട്ടം ഇവരുടേതെന്ന് നോക്കുവാനുറച്ചു. പെട്ടെന്ന് രജൻ വരവ് തന്നൂടൽ മറച്ചു. കൊട്ടിലിരുന്ന നീജ വേചനാലറച്ചു. രാജാത്മജ വിടുന്നതിൻ വിവരം. അപ്പൊ ക്ഷണിക്കപ്പെട്ടവരാരും സമയത്ത് വന്നില്ല.
വരാഞ്ഞപ്പം രാജാവ് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല. ഒരുത്തൻ കാളയുടെ പുറകെ, ഒരുത്തൻ നിലത്തിൻ്റെ പുറകെ, ഒരുത്തൻ കല്യാണം കേസ്. അപ്പം അന്നും ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റിൻ്റെ പണി. അതാ നിലത്തിൻ്റെ പുറകെ. അപ്പം സഭായത്തിന് മാത്രമേ റിയൽ എസ്റ്റേറ്റ് വരുവുള്ളൂ. അല്ലാത്ത ശനി മുതൽ തിങ്കൾ വരെ, പിറ്റേ തിങ്കൾ വരെ, അല്ലെ തിങ്കൾ മുതൽ ശനി വരെ റിയൽ എസ്റ്റേറ്റ്. ഞായറാഴ്ച ആകുമ്പം മിണ്ടുകയില്ല. അന്ന് കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ്. പിന്നെ ബ്രോക്കർ, മാട്രിമോണിയൽ. അപ്പം അന്ന് ഈ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിരുന്നുണ്ട് നടക്കുന്നവരെന്ന് വേണ്ട സമയത്ത് ഇവരാരും വന്നില്ല. അപ്പം രാജാവിനെ കോപം എടുത്തിട്ട് രാജാവ് ഒരു കാര്യം ചെയ്യുക, ക്ഷണിച്ചവരാരും വന്നില്ല. നിങ്ങൾ അണ്ട വഴിത്തലക്കിലൊക്കെ ചെല്ലണം. ആ നാൽക്കവലയിലും മുക്കവലയിലും മെനക്കെട്ട് നിൽക്കുന്നവരും, വഴിയിരുന്ന് ഭിക്ഷ യാചിക്കുന്നവരും, പരുവക്കേട് പിടിച്ചവരും, ഗതി കിട്ടാത്തവരും, അലഞ്ഞിരിക്കുന്നവരും ഒക്കെ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് ഇനി വരാൻ പറഞ്ഞു. സകല എണ്ണത്തിനും കൊണ്ടുവരാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ വന്നതാണ് നമ്മളല്ല. ഇരിപ്പൊക്കെ കണ്ടാൽ അങ്ങനൊന്നും ഞങ്ങൾ അങ്ങനൊന്നും വന്നല്ല പാസ്റ്ററെ, ഞങ്ങൾ സ്തോത്രം വിളച്ചിലെടുക്കരുത്. സ്തോത്രം. നമ്മളെല്ലാം മടിത്തലേക്ക് കടന്നതാണ്. ക്ഷണിക്കപ്പെട്ടവർ യഹൂദന്മാരായിരുന്നു. അവരെ ആയതിന് ക്ഷണിച്ചത്. അവർക്കായിരുന്നു യോഗ്യത. കാരണം അവർക്ക് ആ ക്വാളിറ്റി അല്ല ഉള്ളത്. ദൈവത്തിൻ്റെ ജനം, പ്രത്യേക സമ്പത്തായ ജനം, ന്യായപ്രമാണം, പുത്രത്വം, വാക്തത്വം, ആരാധന, നിയമങ്ങൾ, കൽപ്പന, ചട്ടങ്ങൾ, ഇതെല്ലാം അവരായിരുന്നു ദൈവത്തിൻ്റെ ജനം. അവരെ ക്ഷണിച്ചു. തക്ക സമയത്ത് അവർ കാലുവാരി കഴിഞ്ഞപ്പോൾ വടിത്തലേക്ക് കിടന്ന എന്നെ നിങ്ങളെ. ചിലരുടെ ഇരിപ്പ് കണ്ട പാസ്റ്റർ, ഞങ്ങൾ കവടിയാർ കൊട്ടാരത്തിലായിരുന്നു. പിന്നെ യോഗത്തിന് ഇങ്ങോട്ടൊന്ന് അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. സ്തോത്രം. സത്യം പറയാം, ഞാൻ നിങ്ങളുമെല്ലാം മടുത്തിലേക്ക് കിടന്നതാണ്. യാതൊരു ഗതിയില്ലാതെ, യാതൊരു പ്രത്യാശയില്ലാതെ, അതൊരു സമാധാനമില്ലാതെ കിടന്ന എന്നെയും നിങ്ങളെയും വഴുത്തലേക്ക് എന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. അയ്യോ, ഭൃത്യന്മാരോട് നടന്ന് വിളിച്ച് എല്ലാവരും വരാൻ പറഞ്ഞ് കിട്ടിയ ജനങ്ങളെ കൊണ്ട് വിരുന്നുശാല അങ്ങ് നിറച്ചു. സ്തോത്രം. രാജാവ് സമയത്ത് വന്നപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ, അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല, അറിയാവില്ല പാകം. രാജാവ് ഇങ്ങനെ വിരുന്നുശാല ഒന്ന് കാണാൻ വന്നപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുക. അപ്പോൾ ചോദിച്ചു, വസ്ത്രം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു, ഇത് പോരെയെന്ന് ചോദിച്ചു. ഇതല്ല, വേറെ ഏതാ? വേറെ വസ്ത്രം കിട്ടിയില്ല. ഇല്ല, ഇത് ഞാൻ വിളി കേട്ട് ഓടിപ്പാൻ. ആ വിളി കേട്ടെങ്കിൽ അവിടെ വാതൊക്കെ വസ്ത്രം കൊടുക്കുന്നുണ്ടാണ്. ബ്രദർ അതിലേക്കൂടെ കയറിയത്. ഞാൻ മതിലി ആടി വന്നാന്ന് പറഞ്ഞു. ഈ ക്യൂവിൽ നിൽക്കണം. ഇവനെ ലൈൻ നിന്നില്ല. അവൻ മതിലി ആടി. എന്നെ ഉപ്പാപ്പൻ സെൻട്രൽ പാസ്റ്റ് ആയതുകൊണ്ട് ഇവൻ ഷോർട്ട് കട്ട് അടിച്ച് കയറിയതാണ് ഇതിനകത്ത്. സ്തോത്രം. മനസ്സിലായല്ലോ? ഇവൻ ഷോർട്ട് കട്ട് ചാടിയവനാ. ശരിയായ മാർഗത്തിൽ വന്നതല്ല ഇതിനകത്ത്. ശരിയായ മാർഗത്തിൽ വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാപം ചെയ്ത പാപമാണെന്ന് മനസ്സിലായി, പാപം ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായി, ആ പാപത്തിന് പരിഹാരം യേശു ആണെന്ന് മനസ്സിലായി, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കുമെന്ന് മനസ്സിലായി, അത് ഏറ്റു പറഞ്ഞ് കരഞ്ഞ് അനുദപിച്ച് ഏറ്റു പറഞ്ഞ ഈ മാർഗത്തിൽ വരേണ്ടത്. പണ്ടൊക്കെ കൈ പൊക്കും, പൊക്കുന്നൊന്നും പറയേണ്ട, തന്നെ അങ്ങ് പൊക്കുകയല്ലയോ കൈ അങ്ങ് പൊക്കുക. ഇപ്പം അങ്ങനെ ഇനി ആരുണ്ട് കൈ പൊക്കാൻ? ഇനി ആരുണ്ട്? അവസാനം ജനവും വിഷമിച്ചിരിക്കുക, പുള്ളിയും വിഷമിക്കുക, ആരും പൊക്കുന്നുമില്ല, ജനത്തിന് പോവുകയും ചെയ്യണം. അവസാനം ഇനി ആരുണ്ട് പൊക്കാൻ? ഇനി ആരുണ്ട്? അവസാനം സെക്രട്ടറി തന്നെ അങ്ങ് പൊക്കും. ഉടനെ പാസ് പറയാം, ഉയർത്തപ്പെട്ട കരത്തിനായി അണ്ണൻ സെക്രട്ടറി ഒക്കെ യോഗം നിർത്തണമെന്ന് പുള്ളി പൊക്കി നിൽക്കുന്നത്. അപ്പം ആകുമ്പോൾ നിർത്തണ്ടല്ലേ? ഉയർത്തപ്പെട്ട കരത്തിനായി സ്തോത്രം. ഇപ്പം അങ്ങനെ സങ്കടപ്പെട്ട കരമൊക്കെ പണ്ടങ്ങനല്ല, കരഞ്ഞോണ്ടങ്ങ് കരം പൊക്കുക. യേശുവേ ഞാനൊരു പാപിയാണ്. സ്തോത്രം. അങ്ങനെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. അതാരെയും ശ്രദ്ധിക്കത്തില്ല. കരമുയർത്തി നിൽക്കുക കരഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് അനുദപിച്ച ഇതിനകത്ത് അതാ ഇതിൻ്റെ ആദ്യത്തെ വഴി. അതാ. പിന്നെ തിരുവചനം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും സ്നാനപ്പെടണമെന്ന്. അല്ല, പെടുന്നോ എന്ന് അങ്ങനെ ഉപദേശിച്ച് കൂടെ ചോദിക്കല്ലേ. പെടുന്നു. ഇപ്പം വെള്ളമുണ്ട്, സെൻട്രൽ പാസ്റ്റും ഉണ്ട്, മുങ്ങുന്നു. കൂടെ ചോദിച്ചു കഴിയുമ്പോൾ അവസാനം പറയും, എന്നാ അങ്ങ് മുങ്ങാം. അവൻ മുങ്ങും, അതോടെ മുങ്ങും, പിന്നെ പൊങ്ങുകയില്ല. ഇപ്പം അങ്ങനല്ലേ, ആളിനെ കൂട്ടുകയല്ല. അങ്ങനെയൊന്നും അല്ല മുക്കേണ്ടത്. അവൻ ഇങ്ങോട്ട് വന്ന് പറയും, എനിക്ക് സ്നാനപ്പെടണം. സ്നാനം സത്യമാ. യേശു മാതൃക കാണിച്ചു. അവനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ക്രിസ്തുവിന്റെ പൈതലാകണം. ഇങ്ങോട്ട് വന്ന് പറയും, എനിക്ക് മുങ്ങണമെന്ന്. പണ്ട് വള്ളക്കാലി അപ്പനെ മേക്കാട്ട് വേവിച്ചാലും കൂടെ വള്ളക്കാലി അപ്പനെ മുക്കി അങ്ങോട്ട് പോയി കരക്കോട്ട് പുള്ളി ചോദിച്ചു, സൂക്കാട്ട് തീർന്നല്ലോ എന്ന് ചോദിച്ചു. അയാൾ ഒരു തോർത്തുണ്ടായിരുന്ന ഒരു തോളലിട്ട് വീട്ടിലോട്ട് പോയി.
പിള്ളേർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ബ്രഹ്മം മുങ്ങച്ച എന്ന മൂപ്പനോ അയാൾ അവസാനം അങ്ങ് ഗതി കെട്ടി നാശം പിടിച്ചോ. എന്നാൽ പിള്ളേർ കാശ് കൊടുക്കണം. അവസാനം പറഞ്ഞ ആ യോണിക്കുട്ടി ഞാൻ മുങ്ങുകയെന്ന് പറഞ്ഞു. ഒന്ന് എല്ലായിടത്തോണ്ട് വന്ന അവസാനം വള്ളക്കാലി പാലത്തിൻ്റെ അവിടെ മുക്കി വെട്ടപ്പോൾ പുള്ളി തൂക്കാട് തീർന്നല്ലോ എന്ന് ചോദിച്ചു. തോടത്തോട്ട് പുള്ളി വീട്ടിലോട്ട് പോയി. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയാണ്. അപ്പൊ ഇതിന് വെച്ച വ്യവസ്ഥ ഇത് ആദ്യം രക്ഷിക്കപ്പെടണം. അതാ വാതുക്കൽ അതിന്റെ ക്രമമുണ്ടേ. പിന്നെ സ്നാനം, പിന്നെ പരിശുദ്ധാത്മ നിറവ്. തമ്പേർ തല്ലിപ്പൊട്ടിക്കുമ്പോൾ പ്രാപിക്കുന്നതല്ല. സ്തോത്രം. അഭിഷേകം പ്രാപിക്കണമെന്ന്. പിന്നെ അപ്പം നുറുക്ക്, തിരുമേശ എടുക്കണം, കൂട്ടായ്മ, പ്രാർത്ഥന, ഉപദേശം, വേർപാട്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രമാണം. ഇങ്ങനെ ഇതിനകത്ത് വന്ന് പന്തിയിലിരിക്കേണ്ടത്. യവൻ അങ്ങനല്ല, ഇവൻ ഷോർട്ട് കട്ട് അടിച്ച് വന്നവന്. ഇവൻ ബന്ധം പിടിച്ചതിനകത്ത് കയറിയണം. അതുകൊണ്ടാണ് ചോദിച്ചത് കല്യാണ വസ്ത്രം എന്ത് ചെയ്യാൻ. അവൻ പറഞ്ഞ് ഇതുപോലെ ഇതെല്ലാം അവിടെ വാതക്ക വസ്ത്രം കൊടുക്കുന്ന. വാതക്കല്ലോ ബ്രദർ അതിലേ കൂടെ ഞാൻ മതിലയാടി വന്നതാണ്. മതിലയാടി വന്ന പരുവക്കേടാ. അവൻ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യേ, അവൻ മതിലയാടിയല്ലയോ വന്നത്, അവനെ മതിലേ കൂടെ എടുത്ത് അങ്ങോട്ട് ഇട്ടാക്കാൻ പറഞ്ഞു. അത് സൈമൺ സാറാ അതല്ല എഴുതി വെച്ചേക്കുന്നത്. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം അത് എനിക്കതാ സാറിന് ഇഷ്ടം. സാറ് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഇങ്ങനെ പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, അവനെ പിടിച്ചൊക്കെ കെട്ടി. ഏതാ കല്യാണ വസ്ത്രം ഇല്ലാതെ വന്നവനെ. പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി, ഒട്ടുമാടി കാണാതുള്ള ഊരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വെച്ചോടി. ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തട്ടും. ആ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തട്ടി നീ നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി പുത്രനെ ചുംബിച്ചോണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ദൈവം നിനക്ക് അവസരം തരിക. കർത്താവിന്റെ മകത്ത് നമ്മുടെ വിഷയത്തിലേക്ക് ഓടിച്ചു വന്ന് ചില കാര്യം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സകല പിള്ളേരും മൂത്തവരും മൂപ്പന്മാരും എല്ലാം നോക്കി നിൽക്കേ ഏറ്റവും ഇളയവനായ യോസേഫിന്റെ മക്കളായ എബ്രഹീമിന് മനശ്ശയ്ക്കും ജ്യേഷ്ഠാവകാശം കൊണ്ട് കൊടുത്തു. അങ്ങനല്ലയോ? 2-ാം വാക്യം വായിച്ചു. ഒന്നുകൂടെ വായിച്ചോ അമ്മാമേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. യഹൂദ യോ 2-ാമത്തെ വാക്യം 5-ന്റെ 2 താന്നോ? ഇസ്രായേൽ അല്ലയോ ആദ്യജാതൻ? ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രൻ. അതെത്രാം വാക്യമാ? അവനല്ലോ ആദ്യജാതൻ. വായിച്ചേ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസഫിന്റെ പുത്രന്മാർക്ക്. കണ്ടോ ദൈവം ചെയ്ത പണി. യവന്മാരാരും വിശ്വസ്തരായി നിൽക്കാഞ്ഞത് കൊണ്ട് മൂത്ത മകനാകുന്ന ആദിജാതനാകുന്ന ശ്രേഷ്ഠയുടെ വൈശിഷ്ട്യം, ബലത്തിന്റെ വൈശിഷ്ട്യം, ശക്തിയുടെ വൈശിഷ്ട്യമാകുന്ന രൂപന്റെ അവകാശമെടുത്ത് യോസേഫിന്റെ പിള്ളേർക്ക് രണ്ടും കൊടുത്തു. എബ്രഹീമിന് മനശ്ശയ്ക്കും. ഇനി വചനം ആഴമായി പഠിച്ചാൽ അറിയാം. ഈ എബ്രഹീമിന് മനശ്ശയ്ക്കും കൊടുത്തേച്ച് എബ്രഹീമിനെ മുമ്പനാക്കിയെന്നല്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും വചനം പഠിച്ചാൽ ജ്യേഷ്ഠാവകാശം എബ്രഹീമിന് കൊടുത്തു. അതിന് വേറൊരു വാക്യം കൂടെ തെളിയിച്ചു തരാം. ആണ്ട യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ 10-നോട് ചേർന്നൊരു പദം കിടപ്പുണ്ട്. 9 മുതൽ വായിച്ചു. യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അടുത്തത്, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. അടുത്തത്, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീം എന്റെ ആദ്യജാതനുമല്ലോ. ഉണ്ടോ? എബ്രഹീം എന്റെ ആദ്യജാതനാക്കി. എന്താ പറയുക? ആദ്യജാതൻ രൂപേന അവൻ ക്ലിയർ അല്ലാഞ്ഞുകൊണ്ട് അവനെ തട്ടിവെച്ച് എബ്രഹീമിനെ ആദ്യജാതനാക്കി കയറ്റി എന്ന് പറഞ്ഞ അവകാശം മുഴുവൻ എബ്രഹീമിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് മാറ്റി നിർത്തി നോക്കി നിൽക്കേ ഈ പിള്ളേരെ രണ്ടുപേരെയും കൂടെ ഗോത്രത്തിൽ പേര് ചൊല്ലി കയറ്റി എബ്രഹീം. അതിന് കാരണം കൂടെ പറയാം. അപ്പൻ ഈ പറഞ്ഞത് പിള്ളേരെ രണ്ടുപേരെ ഇങ്ങ് കൊണ്ടുപോവാ, പിള്ളേരെ കൈവച്ച് ഗോത്രത്തിലോട്ട് ചേർക്കാൻ പോകാന്ന് പറഞ്ഞതിൻ്റെ കാരണം, മോനെ എൻ്റെ കണ്ണടഞ്ഞാൽ യവന്മാർ 12 എണ്ണം കണ്ടോ? രൂപൻ, ശിമിയോൻ, ഗാദ്, നഫ്താലി, ആശൂർ, ശെബുലൂൻ, ലേവി, ശിമിയോൻ. ഇവനൊക്കെ യഹൂദ കണ്ടമാനം സ്വോത്രം പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഇരിക്കുള്ളൂ. യോഗത്തിന് വന്നാൽ കണ്ണടച്ച് സ്വോത്രം പറഞ്ഞ്, അല്ലാതെ ആശീർവാദം കഴിഞ്ഞ് ഇവൻ കണ്ണ് തുറക്കുള്ളൂ.
എപ്പോഴും സ്തോത്രം പറയുന്നവനാ. മറ്റവൻ രൂപൻ, അവൻ ആദ്യാതന പഴയ ബന്ധിക്കോസുകാരനാ. പിന്നെ ഷിമിയോൻ, അവൻ പ്രഭുവാ, അവന് ചില എടുപ്പും തലക്കനമൊക്കെ ഉള്ളവനാ. പിന്നെ ലേവി, അവനെ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റ് ഇല്ലാത്തപ്പോൾ യോഗം നടത്തുന്നവനാ. ശുശ്രൂഷയുടെ മുഖത്താ, അങ്ങനെയാണല്ലോ, ശുശ്രൂഷയുടെ മുഖത്താ. പിന്നെ നഫ്താലി, അവൻ പോർക്കള മേടുകളിലാണ്, അവനെപ്പോഴും ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രയർ എടുത്തിരിക്കുന്നവനാ. 7, 3, 21. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ മിടുക്കന്മാരാ. പക്ഷേ ഇവന്മാരിങ്ങനെയൊക്കെ നിൽക്കുന്നെങ്കിലും എൻ്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെ ഇവന്മാർ കായ്ക്ക് തൊടിയുകയല്ല. ആരെയാ? എബ്രാഹിമിനെ, മനശ്ശെ. ഇവന്മാർ സഭയുടെ മെയിൻ തൂണുകളൊക്കെ നെടും തൂണെന്നൊക്കെയാണ് ഇവരെ പറ്റി വരുന്നവരെല്ലാം പറയുന്നത്, നെടും തൂണ്. അപ്പം നെടും തൂണാണെങ്കിലും യവന്മാർ ഈ പിള്ളേരെ കായ്ക്ക് തൊടിയുകയല്ല. അതെനിക്കറിയാം. യവന്മാരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ കാരണം പറയാം. യവന്മാർ ഈ പിള്ളേരെ കായ്ക്ക് തൊടിക്കാത്തതിൻ്റെ കാര്യം, ഈ പിള്ളേരുടെ അമ്മ ഇല്ല മാർഗം ചേർന്നതാണ്. ഇവരെല്ലാം ഒറിജിനലാണ്. ഏതാ? എല്ലാം എബ്രായരാ. ഭാര്യയും ഭർത്താവും എല്ലാം ഒറിജിനലാണ്. ഈ പിള്ളേരുടെ തള്ള ആസനത്തെന്ന് പറയും. അത് മിസ്രൈമിലെ ഓനിലെ പുരോഗതൻ പോത്തിപ്പാറയുടെ പുത്രിയാ ഈ പിള്ളേരുടെ തള്ള. അപ്പോൾ യവന്മാർ കൂടുമ്പോൾ പറയും, അല്ല പുള്ളി നമ്മുടേതാ, തള്ള നമ്മുടെ അല്ലെന്ന് പറയും. യവന്മാർ കൂടുമ്പോൾ മിണ്ടുകയില്ല, ഒന്നും അറിയാൻ മേല ആർക്കും, എല്ലാം പമ്മി ഇരിക്കുക. യവന്മാർ കൂടുമ്പോൾ പറയും, പുള്ളി നമ്മുടെ ആളാ, തള്ള നമ്മുടെ അല്ലെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇവന്മാർ വേറുകൃത്യം കാണിക്കും. പൊതുവെ വരുമ്പോഴൊന്നുമില്ല. പൊതുവെ വരുമ്പോൾ പറയും അപ്പോൾ വന്നേ സ്വർഗ്ഗം വന്നേ ദൈവം വന്നെന്നൊക്കെ പൊതുവിൽ പറയും. ഇവന്മാർ രഹസ്യമായിട്ട് കൂടുമ്പോൾ ഇവന്മാർ വേറുകൃത്യം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ തള്ള നമ്മുടെ അല്ലെന്ന് ഇവന്മാർ പറയും. 1, 2 ഈ ചെറുക്കന് മുടന്തുള്ളതാണ്. അപ്പോൾ അത് കൊള്ളുകയല്ലെന്ന് ഇവന്മാർ പറയും. തന്നെയല്ല ഈ പിള്ളേർ കനാൻ ദേശത്ത് ജനിച്ച പിള്ളേരല്ല, ഈ മിസ്രൈമിൽ ജനിച്ച പിള്ളേരാണ്. അങ്ങനെ ഒത്തിരി അപാകതയും ന്യൂനത ഈ പിള്ളേർക്കുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ കണ്ണടഞ്ഞ യവന്മാർ ഈ പിള്ളേരെ കായ്ക്ക് തൊടിയിക്കുകയല്ല, പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കുകയില്ല, പിന്നല്ലേ പ്രസംഗിക്കാൻ. അപ്പം അതുകൊണ്ട് കണ്ണടയുന്നതിന് മുന്നേ കാര്യം പറഞ്ഞ് പിള്ളേരെ പേര് ചാർത്തി ഇങ്ങോട്ട് കയറ്റാൻ പോവുക. പിള്ളേരെ അങ്ങനെയായി പിള്ളേരെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഈ പിള്ളേരെ രണ്ടുപേരും കൂടെ കയറ്റാൻ പോവുക. എബ്രാഹിമിനെ പറ്റി പഠിക്കുമ്പോൾ ഒത്തിരി ബലഹീനതയുണ്ട്. എന്താ? അവൻ 1 മുടന്ത്, 2 പുറജാതി സ്ത്രീ ജനിച്ചത്, 3 അന്യദേശത്ത് ജനിച്ചത്, 4 അപ്പനും അമ്മയും എബ്രായരല്ല, അപ്പൻ മാത്രമേ എബ്രായനുള്ളൂ, അമ്മ എബ്രായ സ്ത്രീ അല്ല. അവൻ 5 മിസ്രൈമിൽ ജനിച്ച കൊച്ച്. ഇങ്ങനെയൊക്കെ ഒത്തിരി, തന്നെയല്ല ഏറ്റവും ഇളയത്. ഇങ്ങനെയൊക്കെ ഒത്തിരി ന്യൂനത ഇവൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് ഇവരാരും അംഗീകരിക്കത്തില്ല. പക്ഷേ ഇവൻ്റെ ന്യൂനതകൾ ബലഹീനതകൾ ഓർക്കാതെ ഞാൻ ഇവനെ അകത്തോട്ട് കയറ്റാൻ പോയാൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അവസരം ദൈവം ഒരുക്കി. എനിക്ക് നിങ്ങൾക്ക് പോരായ്മകളുണ്ട്, പാപത്തിന്റെ മുടന്നുണ്ട്, ശാപത്തിന്റെ വടികളിൽ കിടന്ന് പാപത്തിന്റെ പടുകുടിയിൽ ഒരു കണ്ണിന് പോലെ ദയ കാണാതെ ഞാൻ നിങ്ങളെ തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് വഴിയരികെ കിടന്നതാ. എന്നാൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒരുവൻ ബലിമരണമായി തീർന്നു. സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായവനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ ഈ രക്ഷ ജാതികളാകുന്ന നമുക്ക് വന്നു. ആമേൻ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവകുഞ്ഞാട് യേശു രക്തം ചിന്തിയത് കൊണ്ട്, യേശുവിന്റെ ദേഹം തകർക്കപ്പെട്ടത് കൊണ്ട്, അവന്റെ മുതുക് ഉഴവുചാല് പോലെ നീളത്ത് കീറിയത് കൊണ്ട്, നമുക്ക് വേണ്ടി കുരിശുമരം ചുമന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി രക്ഷയായി തീർന്നത് കൊണ്ട് നമുക്ക് ഈ രക്ഷയുടെ സന്തോഷം കിട്ടി. യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാതെ കിടന്ന എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് ഈ കൃപയിൽ കൊണ്ടുവന്നല്ലോ. നമ്മുടെ പാപത്തിന്റെ മുടന്ത് മാറ്റി അർഹതയില്ലാത്ത ജ്യേഷ്ഠാവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. എന്താ ജ്യേഷ്ഠാവകാശം? ധാരാളം കാര്യം അവിടെ നിന്ന് പ്രസംഗിക്കേണ്ടതാ, അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഏറ്റവും ആമേൻ സ്തോത്രം, ആ ശരിയായ ജ്യേഷ്ഠൻ കർത്താവാകുന്ന യേശുക്രിസ്തുവാ. മൂത്ത ജ്യേഷ്ഠ സഹോദരൻ അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. അന്യസ്ഥലത്ത് ജനിച്ച് അന്യജാതികളുടെ സ്ത്രീപ്പെട്ടവനായി ജനിച്ച് പാപത്തിന്റെ മുടന്ത് പേറി എല്ലാവരും തള്ളപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും ആമൻ ദൈവം തെരഞ്ഞെടുത്ത് ആമൻ ജ്യേഷ്ഠാവകാശം നമുക്ക് നൽകി, പുത്രത്വം നമുക്ക് നൽകി, വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകി, അവകാശങ്ങൾ നമുക്ക് നൽകി, രക്ഷ നമുക്ക് നൽകി. രക്ഷ ദൈവത്തിന്റെ ദാനമായിട്ട് രക്ഷ നമുക്ക് നൽകി. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ അവകാശം ദൈവം നമുക്ക് തന്നല്ലോ, ഈ അനുഭവം ദൈവം നമുക്ക് തന്നല്ലോ. നമുക്ക് എബ്രാഹിമിനെ പോലെ ആമേൻ സ്തോത്രം ഇതിനകത്ത് വരുവാൻ ദൈവം ഭാഗ്യം നൽകി. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തല്ലോ. യോഗ്യതയുള്ളത് കൊണ്ടല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നന്ദിയോട് അല്പസമയം ദൈവത്തെ സ്തുതിക്കുക.
ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനുകുലത്തിന്റെ പാപത്തിന്റെ രക്ഷയ്ക്കായി യാഗമായി തീർന്ന യേശുവിനെ ഇന്ന് രാത്രി ആരാധിക്കാം. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, യേശു ഏകരക്ഷകൻ, യേശു ലോകരക്ഷകൻ, യേശു ക്രിസ്തു കൂടി മാത്രം രക്ഷ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി നൽകപ്പെട്ട ദൈവകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നമ്മുടെ ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശു ക്രിസ്തുവിനായി സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഈ കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്തൃസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ, ഇനിയുള്ള ശിഷ്ടായുസ് എന്റെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് താല്പര്യമുള്ളവർ കരം ഉയർത്തിയാട്ടെ. അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ സഹായിക്കണം. അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ജോലി എല്ലാം ദൈവം കൂടെ ഇരിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആയുസ് മുഴുവൻ യേശുവിനെ ആരാധിക്കുവാൻ കൃപയും പ്രാർത്ഥിയും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.